ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മൃദു, മൃദു, നീ അടങ്ങ്. വിടമ്മേ. കൊത്തോവർ ഓവർ. വണ്ടിക്ക് ബൈ ബൈ. ഡെപ്പിഡോ ഡോഡോ. എനിക്ക് ഭയങ്കര ശക്തിയാടാ. തിരക്കാണ്ട് അടിക്കാൻ നോക്ക്. ഒന്ന് സ്പീഡിൽ ഓടാ. ഓടുന്നാടോ. മുന്നേ തന്നെ സ്ഥലം പിടിക്കണോ? മാറാ 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 മാറാ. Undertaker has possibly dream of. I can assure you guys that this is not the way Lesnar or Paul Heyman thought this match was going to start out. You're stumbling back to his feet. Oh, and he planted him. Brock Lesnar. പണ്ടാരം ഹെമ്മാരി സീനേനി. രാജേട്ടനോട് ഓല വലിക്കാൻ പറഞ്ഞാ കേക്കൂല. ആ പണ്ടാരം തെങ്ങ്. ഞാൻ 10 പേരെ എണ്ണി നോക്കാം. അതിന്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചുണ്ടാക്കി സമയത്രയും നോക്കണേ. 2 3 4 5 6 7 8. വല്ലാത്തൊരു കഷ്ടായി പോയി. ഇതങ്ങനെ വിട്ടാ പറ്റൂല. എന്താടാ? എടാ നമുക്ക് ആ തെങ്ങിനിട്ടൊരു പണി കൊടുത്താലോ? എടാ മൃദു, നീ എങ്ങോട്ട് നോക്കുന്നേ? ഇങ്ങോട്ട് നോക്കറോ? എടാ അവരെ 10 വരെ എണ്ണി കഴിഞ്ഞാ നോക്കിയതാ. 9 കഴിഞ്ഞിട്ട് മിണ്ടണില്ല. അതോ ഇനി കറണ്ട് വന്നാലേ 10 എണ്ണുള്ളൂ. ഇങ്ങോട്ടേക്ക്. എടാ എന്റെ വീട്ടിലൊരു വെള്ളം പോലത്തെ സാധനം അതെടുത്ത് മരത്തിന്റെ മൂട്ടിലൊഴിച്ചാൽ മരം ഉണങ്ങി പോകുന്ന അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെടുത്ത് എന്റെ ചോട്ടിലൊഴിച്ചാലോ? എടാ ആസിഡാണോ? ആസിഡ് ആയിരിക്കും. അതിന് അതെടുത്ത് തെങ്ങിന്റെ ചോട്ടിലൊഴിച്ചാ പിന്നെ തെങ്ങിന്റെ ശല്യം ബെസ്റ്റ്. ആടാ നല്ല ഐഡിയ. അടുത്ത ആഴ്ച ആണെങ്കിൽ ജോൺസീനിയന്റെ അടിയുണ്ട്. അതല്ല, അമ്മമ്മ എങ്ങാനും കാണുവോ? ഏയ് അത് ഞാൻ കൂടെ വരാം. എന്നാ നിങ്ങൾ വേഗം വാ. ഞാനിവിടെ നിക്കാൻ പോവാ. എനക്കെന്താ പരിപാടി? കരണ്ടെങ്ങാനും കാറ്റത്ത് വന്നാലോ? അയ്യോ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. മോർണിംഗ് പോരി പ്ലീസ് എടാ. നല്ലോണം കെട്ടുന്റെ അടുത്തുനിന്ന് വേഗം വാ.
പണി വാങ്ങുമെങ്കിൽ ഞാനോട് കഴിച്ചിലാവേ. ഇവനെന്ത് പേടിത്തോണ്ടരാണ്? വരിക പോവുക എടുക്കുക. അമ്മമ്മയ്ക്ക് കുറച്ച് കണ്ണ് കാണാൻ പറ്റാത്തോണ്ട് കഴിച്ചില്ലായി. പോടാടുന്ന അതിന്റെ ബുദ്ധി കൊണ്ട് കിട്ടിപ്പോയതാ. എന്റെ അമ്മമ്മേന്റെ കാലർത്തി കൊടുത്തതിനെ കൊണ്ട് കഴിച്ചില്ലായി. അതാണ് എന്റെ ബുദ്ധി. വാടാ തെങ്ങതാ. ഒരു വടക്ക് പെണ്ണുങ്ങളാട്ടാ ആ വീട്ടില്. ഓർമ്മിപ്പിക്കല്ലേ. ഇങ്ങോട്ട് താ, ഞാൻ ഒഴിക്കാളാ. പിന്നെ പോയിട്ടാരാൻ വരുന്നുണ്ടോ നോക്ക്. ആരുമില്ല, നീ ഒഴി. ഇല്ലടാ, നീ ഒഴിച്ചോ. അയ്യോ, ഇതെന്താ കുപ്പിയില് ഊതിരുന്നോ? ഇതെന്താടാ പുകയൊക്കെ? എനിക്കറിയില്ല. എടാ ഓടിയാലോ? കല്ലെടുത്തെറിയും. 3 എണ്ണത്തിനും വെറുതെ വിടരുത്. അയ്യോ അമ്മേ. എന്താ മോനെ പോരാനായില്ലേ? അയ്യോ, എനിക്ക് കൊണ്ടടാ. എനിക്ക് പിന്നെ മൊത്തത്തിൽ കിട്ടിയോണ്ട് കുഴപ്പമില്ല. നമ്മള് ഗുസ്തി കണ്ടോണ്ടിരിക്കുമ്പോ ഒരു ബ്രൂസിലിന്റെ സിനിമ കണ്ടോണ്ടിരിക്കുന്നത്. ശരിയാ, ഇന്ന് എന്റർടാഗൻ ടി വിയിലുണ്ടേനു. എടാ തള്ള കണ്ടതാടാ പ്രശ്നമായത്. അതുകൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയേ. കുഴപ്പാവൂലേക്കില്ലേ? എനിക്ക് പേടിയാവുന്നുണ്ട്. എടാ എങ്ങനെങ്കിലും തിരിച്ചു കൊടുക്കണടാ. ലേശം ടൈമിങ് തെറ്റിയതാ മൃദു. നമ്മക്ക് അടിച്ച് പണിയാക്കി കളാം. തല കറങ്ങുന്നുണ്ട്. എടാ സമയം ഒരുപാടായി, പോകാല്ലേ? അമ്മോ, എടാ കുപ്പി അവിടെ ആയത് പ്രശ്നമാവട്ടെ നോക്കിട്ടോ. തിരിച്ചു കൊടുക്കാടാ നമുക്ക്. ശരിയടാ. ചെല്ല്. ഇതിന്റെ ബാക്കി ഇനി അവിടെ നിന്ന് കിട്ടൂലായിരിക്കും. നീ വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. എൻ്റെ കൃഷ്ണ, എന്നാണ് അവൻ്റെ ഈ ഗതികേടൊക്കെ ഒന്ന് തീർന്നു കിട്ടുക? എൻ്റെ മോനിങ്ങോട്ട് വാ, തരാം ഞാൻ നിനക്ക്. നേരെ എത്ര ആയിടാ? നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കളിക്കാൻ പോയതാണ്. അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടിയുടെ കാലെല്ലാം വീണ് മുറിഞ്ഞല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ശരീരം നോക്കി കളിക്കണമെന്ന്? അയ്യോ 2 കാലും പോയല്ലോ. അമ്മമ്മ തിരുമാഞ്ചപ്പൊടി എടുത്തോണ്ട് വരാം. അതൊന്നും ഇല്ല അമ്മേ. പിന്നെ ഇല്ല, കാല് 2 പൊളിഞ്ഞിട്ടപ്പോ വേദന ഇല്ലാന്ന്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ. എന്റെ കാലം കഴിഞ്ഞാ പിന്നെ ആരുള്ളത്? മോൻ ആരും ഇല്ലടാ. എന്റെ കുട്ടിക്ക് ഗതി വന്നല്ലോ മുത്തപ്പ. സാരല്ല, ഇനി എന്റെ അമ്മമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടോളൂ കേട്ടോ. എന്റെ അമ്മമ്മ കരയണ്ട. നിങ്ങളിങ്ങനെ മിച്ചറും ചായയും തീർക്കാന്നല്ലാണ്ട് വിഷയത്തിലേക്ക് വരീന്ന്. ഇതങ്ങോട്ട് ചെന്നാലൊരു ഉസാറ് വരുള്ളൂ. കൊറേ മിച്ചർ ഇങ്ങനെ തിന്നാന്നല്ലാണ്ട് കാര്യം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ട, ഇടണ്ട, കേറ്റിയോട്. ഏതായാലും കാര്യല്ലേ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു. അച്ഛൻ ഇതുവരെ പഞ്ചായത്ത് മന്ത്രിയാവാൻ പറ്റിയില്ലല്ലോ. ഇനി ആവാൻ വേണ്ടി സഹായിക്കാൻ വന്ന ആൾക്കാരാ. ഞാൻ പോട്ടെ കേട്ടോ, നമുക്ക് നാളെ കാണാം. ഇല്ലെങ്കിൽ നടക്കുക. എടാ ഇമ്പക്കവർ ശരിയാക്കടാ. പിന്നെ അല്ല ഓക്കേടാ. ഞാനത് നോക്കുന്നുണ്ട്. ഓക്കെ ശരി. എന്റെ രാഘവട്ട, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്രാവശ്യങ്ങൾ ഇനി നാക്ക്. എന്റെ ഭാര്യ ഇവിടുത്തെ ഓവർസീറാന്നുള്ള നിങ്ങൾക്ക് അറിയാലോ. ഓളെ മുകളിൽ കയറണം. അങ്ങനെ ആവണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം. വേറെ വിശപ്പ് എന്തേലും ഉണ്ടായാ മതി.
മതിയേനു. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ കുട്ടികൾ? കാര്യത്തില് കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ മതി. ഇപ്പൊ അത് പോരാ, പൈസ വേണം നല്ലോണം. ഒന്നുമില്ല, പണ്ടാരം. ആണെങ്കിൽ 5ന്റെ പൈസ ഉണ്ട്. ഈ കടല മുഴുവൻ തീർക്കല്ലേന്ന്. ഒരു സാധനം ഉണ്ടാക്കി വെക്കാണ്ട് പോയിന്. സത്യ അന്റെ ചെപ്പക്കുറ്റി ഞാൻ തിരിക്കേ, ഇനി അങ്ങോട്ട് വരുത്തണ്ട. ഈ ആ പ്ലേറ്റ് ലേശം കണ്ട് നീക്കി വെച്ചാൽ നന്നാവും. ആ പ്ലേറ്റ് അടക്കാണ്ട് വിളിച്ചാള് മിക്സർ കാണാത്ത ചങ്ങായി. അതെ, ആ ഇതെങ്കിലും ഇത് കഴിഞ്ഞ തവണ 88 വോട്ട് നമ്മൾ തോറ്റ്. ഓർത്തിക്കല്ലേ? അതിനേക്കാൾ വലുതായിട്ട് ഈ നാട്ടിൽ ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. കറക്റ്റ്. എന്റെ ഭാര്യന്റെ മുകളിലെത്തുക എന്നുള്ളത് എനിക്കൊരാഗ്രഹമുള്ളൂ രാഘവേട്ട. അത് മാത്രല്ല, ആളുകൾക്കൊക്കെ കുറച്ച് കുടിവെള്ളം എത്തിക്കണം എന്നും കൂടിയുള്ള ഒരു ആഗ്രഹമുണ്ട്. വീട്ടിലൊരു പച്ചവെള്ളമില്ല, എന്നിട്ടാ ഡയലോഗ്. അന്റെ ഊരവനെ മാറ്റം ഇരിക്കി. സുരേ, നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ആളുകളെ കയ്യില. നീ വിഷമിക്കണ്ടോ. എന്റെ ഭാര്യനെ മോനെ സ്നേഹിക്കുന്ന പോലെ എന്റെ ഈ നെഞ്ചിലിട്ട് ഈ നാടിനെ ഞാൻ സ്നേഹിക്കും. വെരി ഗുഡ്. എന്താടി വീട്ടിൽ പോടി? ചേട്ടാ ഇതിനെത്രയാ? 50 പൈസ. ചേട്ടാ ഇതിൽ 2. ഈ കൊണ്ടുവരാൻ അങ്ങോട്ടാ എന്റെ വീട്ടിലേക്ക്. ഷീജേച്ചിയെ. ആ വത്സലയോ? എന്താ വത്സലേ? നിങ്ങളിത് കണ്ടോ? ചേച്ചിയെ, തെങ്ങൊക്കെ പോട്ടെ, ഇതെങ്ങാനും നമ്മളെ മക്കളെ കയ്യിലോ മേലായ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ പ്രായത്തിൽ കാണിക്കുന്ന ഓരോ വികൃതി നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഏതായാലും ശ്രദ്ധിക്കണം ചേച്ചിയെ. എന്റെ ഗുരുവായൂരപ്പാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. മൃദു, ഇങ്ങോട്ട് വാടാ. എടാ, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ. അയ്യോ ചേച്ചി, അടിക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവന് പറഞ്ഞാ മനസ്സിലാവും. ഇല്ല, അവൻ ഒരിക്കലും മനസ്സിലാവില്ല. ഏത് സമയവും തല്ലും പിടി പ്രശ്നങ്ങളോ. എന്താ പൊന്നൂട്ടാ, സാരല്ല കേട്ടോ. സോറി ആന്റി. ആന്റി നീ ഒന്നും പറയണ്ട, ഞാനൊന്നും ചെയ്യില്ല. നോക്ക് ഷീജേച്ചിയെ, ഇത്രയേ ഉള്ളൂ. അവൻ നല്ല മോനാ. അവന്മാർക്കിട്ട് ആന്റി നന്നായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആന്റി എന്തിനാ തല്ലി? അത് ഞാൻ എവിടുന്ന് പഠിച്ചു വരിക ഈശ്വര. കുട്ടികൾ അങ്ങനെ തന്നെയാ. മതിയായി എനിക്ക്. ഞാൻ പോവാ ഇവിടുന്ന്. ഞാൻ പോയ ആള് നാളെ തന്നെ ഇവിടുന്ന് മാറാൻ പറഞ്ഞിരിക്കുക. എന്ത് പ്രശ്നങ്ങളാ. പോവാ ഞാൻ. പ്രശ്നങ്ങൾ എന്താന്നൊന്നും ഞാൻ ചോദിക്കണില്ല. എന്തായാലും നിങ്ങൾക്ക് നല്ലതേ വരൂ. ഞാൻ ഇറങ്ങട്ടെ. എന്തിനാ നോക്കുന്നേ? പറഞ്ഞാലും മനസ്സിലാവൂലേ? ആർക്കും ഈ ഗതി വരത്തില്ല ഈശ്വര. നാരായണേട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇതും കൂടി ആ വണ്ടിയിൽ വെച്ചാൽ മതിയേനി. ഇനി ഇത്രയും കൂടിയല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അവിടെ സ്കൂളൊക്കെ ഒന്നും ആയിട്ടില്ല. അവിടെ പോയിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കാൻ. ഇനി ഈ സാധനത്തിൽ പോയിട്ട് എപ്പോൾ എത്താനാ? എന്തായാലും നേരം വഹിക്കണില്ല. പോയിട്ട് വരാട്ടോ. എന്നാല് അങ്ങോട്ട് നോക്കിയേ. മോൻ വിഷമിക്കണ്ട കേട്ടോ. ഇതൊന്നും ഇവിടെ ആയി പോട്ടെ. ഈറ്റകളെ പിരിയണതായിരിക്കും ഏറ്റവും വലിയ വിഷമം. നിനക്ക് എവിടെയും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എന്റെ ആകെപ്പാടുള്ള സങ്കടം അമ്മാർക്കിട്ട് തിരിച്ച് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാ. സാരല്ല, നിങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ വന്നിട്ട് അടിച്ച് പണിയാക്കിക്കളാം. ഓക്കെ, അല്ലേലും ഞങ്ങളെട്ടും പോകുന്നില്ല. നീ വന്നിട്ട് കൊടുക്കാടാ.
അപ്പൊ നിങ്ങള് നല്ല വീട്ടിലായിട്ടിരിക്കോ? തല്ലും പിടിയൊന്നും ഉണ്ടാക്കാണ്ട്. അപ്പൊ ഓക്കെ. പോട്ടർ എന്നാല് അമ്മ കരാട്ടയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡ് ബെൽറ്റ് എടുത്തിട്ട് വേഗം വരും കേട്ടോ. ഒന്ന് സ്കൂള് പൂട്ടിയാ മതിയായിരുന്നു. മൃദു, മൃദു വാ. ശരിയടാ. ശരി എന്നാല് അവര് നമ്മളെ വിട്ടുപോകണേന്റെ ഒരു വിഷമവും ഇല്ല. അവൻ അവരെ തിരിച്ചടിക്കാനുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലേലും അവനെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. അവൻ അമ്മായി തടിയിൽ കിട്ടിയേ. ആ എടാ മൃദു, മൃദു, മൃദു. നീഹാരം മൂടുമ്പോൾ ഇളം വേനൽ ചൂടേ നീ കാതങ്ങൾ ദൂരെ ഇന്നെങ്ങുമായുന്നു. കണ്ണോരം നീറുമ്പോൾ കുരുന്നോമൽ പൂവേ നീ തേരേറിപ്പായുന്നു താനെ ചായുന്നു. തൂവാതെ വാനം മേലെ മിന്നുന്നു, തോരാതെ ഉള്ളം താഴെ വിങ്ങുന്നു. പാദയാത്രയിൽ ഇനി നീയോ തനിയെ. നീഹാരം മൂടുമ്പോൾ ഇളം വേനൽ ചൂടേ നീ കാതങ്ങൾ ദൂരെ ഇന്നെങ്ങുമായുന്നു. കാതോരമാറോ ഈ താരാട്ടുമൂളും ചേലേഴുമോടെ കനവുണരും. ചാഞ്ചാടിയാടും പൊന്നുഞ്ഞാലയേറാൻ പൂമ്പാറ്റ പോലെ മധുനുകരാൻ. മായാമേഘം മഞ്ഞു തൂവും മാവിൻ കൊമ്പിൽ കേറുവാൻ. താരാജാലം തന്നി വീഴും പുഴയുടെ മാറിൽ നീന്തുവാൻ. മനസ്സിലെ മോഹം എഴുതിരിയായി അണയാതെ ഉരുകിടുമീ നേരം. തൂവാതെ വാനം മേലെ മിന്നുന്നു, തോരാതെ ഉള്ളം താഴെ വിങ്ങുന്നു. പാദയാത്രയിൽ ഇനി നീയോ തനിയെ. നീഹാരം മൂടുമ്പോൾ ഇളം വേനൽ ചൂടേ നീ കാതങ്ങൾ ദൂരെ ഇന്നെങ്ങുമായുന്നു. കണ്ണോരം നീറുമ്പോൾ കുരുന്നോമൽ പൂവേ നീ തേരേറിപ്പായുന്നു താനെ ചായുന്നു. എന്തുവാടെ ആക്രിക്കട ഇത്? പഠിച്ചോനെ ഇതെപ്പോഴാ തീരാൻ പോണേന്ന് ആർക്കറിയാം. എന്തൊരവസ്ഥയാടെ, ഇവിടെ ഒരു സാധനം ഇല്ലല്ലോടെ. ഡേയ്, ചായക്കട നടത്തിയാണ് ജീവിക്കണത്. അത് തന്നല്ല, ഇത്രയൊക്കെ ഉള്ള എന്നെ ഭാഗ്യാടാ. അപ്പൊ പഠിപ്പ് നിർത്തി, അതെന്തായാലും നന്നായി. പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യാനാടാ? ഞാനൊട്ട് പഠിക്കയില്ല, കയ്യിൽ 10 പൈസ ഇല്ല. കോഴിക്കോട് പോലെ ഒരു സ്ഥലത്തൊക്കെ ഇനി വന്നിന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല മോനെ. എടാ, ഈ ചായ കൊണ്ടിരുന്ന പരിപാടിയൊക്കെ നിനക്ക് വിട്ടുടാ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിനക്ക് എന്തോ കിട്ടാനാ? എടാ, റോഡ് സൈഡിൽ ഒരു കട തുടങ്ങാന്നുള്ള അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ മൂപ്പര് ലൈഫിലോ ഇങ്ങനെ കിടക്കൊന്നുമില്ല. മൂപ്പരൊന്ന് എണീറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആകണവരെ ഫീഡ് വിടാൻ പറ്റൂടാ. അത് തന്നെയല്ല നമ്മുടെ ചെക്കിങ്ങിന് നിൽക്കണ പോലീസുകാർക്കൊക്കെ ചായ കൊടുക്കണ മൂപ്പരാണ്. അവിടെ സ്നേഹമൊക്കെ ഭയങ്കര ആളാ. പോലീസുകാരെന്ന് വെച്ചാൽ അതാണ് പോലീസുകാർ. ഇങ്ങോട്ട് നോക്ക്, നീ ഒരു കാര്യം ചെയ്ത് പിടി. എന്നിട്ട് വീട്ടിലൊരു മാസം സാധനങ്ങളും അച്ഛനും ഇവിടുന്ന് മരുന്നെല്ലാം വാങ്ങിച്ചോണ്ടോ. വാങ്ങടാ പുല്ലേ, എന്തായാലും നിന്റെ കഷ്ടപ്പാട് എനിക്കില്ല. എന്തിനാടാ നീ മുഖത്തോട്ട് നോക്കിയേ.
നീ സാധനങ്ങൾക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ടോ. പോടാ അവിടുന്ന്, ചായ എടുക്കാൻ നേരം ഞാൻ പിന്നെ വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ ചായയുടെ കാര്യം നീ പേടിക്കേണ്ടത്. വീട്ടിൽ അമ്മ അച്ഛനെ ഭയങ്കര ബിസി ആയോണ്ടേ അടുക്കള കാര്യങ്ങളൊക്കെ സെറ്റാ. അതറിയാം, എന്തായാലും വേണ്ട. നീ വേഗം പോയിട്ട് വാ, അച്ഛൻ എണ്ണിക്കണേന് മുമ്പ്. വേണോടാ? ഇതാ പോയിട്ട് വാടാ, പോ. നീ വരുമ്പോഴത്തേക്ക് ചായ റെഡി. ആ പോ. എന്നാ പോയതല്ലേ? ആ പോ പോ. ഇതാ പോടാ. ആ പോണ്. ഗുരുവായൂരപ്പാ പണി പാളിപ്പിക്കല്ലേ, പൊളിച്ചടുക്കി തന്നേക്കണേ. നീ ഒരുങ്ങണ വേഗം. ആ ഈ കിടപ്പിന് ഇതാ നല്ലത്. എടാ ഫുക്രു ഇതുവരെ വന്നില്ലല്ലോ. അവൻ വേഗം വന്നിരുന്ന എനിക്കൊരു സമാനമായിരുന്നു. ആടാ അവ ഇപ്പൊ എത്തൂടാ. ഡേയ് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നീ വേഗം റെഡി ആവുന്നു. ഇപ്പൊ റെഡി ആടാ. ഇതങ്ങോട്ട് വെച്ചേ. സ്വാമി നിനക്ക് എന്തിനാണ് ഈ പച്ചയിലേക്ക്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. പ്രേമാണാ? പോടാ അവിടുന്ന്. എന്ത് വേണമെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ. പറയല്ല, നോക്കിക്കോണം. വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നീ ചോദിക്കണം. മൂപ്പർക്ക് പണ്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വയറിനെ. വലിയ പ്രശ്നമൊന്നുമില്ല. മതി പോ. അച്ഛേ സത്യം ഇവിടെ ഉണ്ടാവും. ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാട്ടാ. ഫോൺ പോ. പോടാ. ഇവിടെ നീ പൊക്കോ. അച്ഛനെ വേദ നടക്കൂലടാ, നീ പൊക്കോ. പോടാ. നോക്കട്ടാ. സത്യാ ആടാ വന്നല്ല. മെല്ലെ വിളിക്കടാ സൂര്യ, ആ അച്ഛൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ സോറിടാ. ഡേയ് ഇവിടെ ഒരാളുണ്ട്. നീ ഇതുവരെ പോയില്ലേ? ഓ അപ്പൊ രണ്ടെണ്ണം കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള വരവാണ്, അല്ല എന്റെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാനല്ല. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞേ പൈസ ഉണ്ടാവാൻ എന്തെങ്കിലും ആവശ്യം വന്നാലൊന്ന്. പിന്നെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, ഞാൻ കൂടെ പോകാം. എന്തായാലും വലിയ കാര്യമാണ് നിങ്ങളിപ്പോ ചെയ്തത്. വീട് പോയിട്ട് വരാം. നീ വിട്ടോ. ഫുള്ള് നോക്കിക്കോണേ. ആരോട് പറയാ, ദൈവത്തിനറിയാം. ഇങ്ങോട്ട് വാടേ. ഇതെന്നാ കാറ്റടിക്കുന്ന മിഷീനോ? പോടാ അവിടുന്ന്. ശൂലം പിടിച്ച പരിപാടിയാണ്, പൈസ കിട്ടാൻ വേറൊരു വഴിയില്ല. എന്ത് ചെയ്യാനാ, അലം പൊളിച്ച പരിപാടിയാണ്. എമ്മാരി ബുദ്ധിയാന്റെ മോനെ. പൊളി. ചെക്ക് പോസ്റ്റ് വഴിയാണെങ്കിൽ ഇതിൽ ഈസിയാ. ഐ പിന്നെ വാളാര പരമേശ്വരന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതിലും ലോ ലെവലിൽ ചിന്തിച്ചപ്പോഴാണ് ഈ ബുദ്ധി കിട്ടിയത്. ലോ ലെവലിൽ നീ പണ്ടേ ബെസ്റ്റാ. നിന്റെ കൂടെ അല്ലേ. എടാ ഈ കെറ്റിൽ നിന്ന് സാധനം എങ്ങനെ എടുക്കും? അതിനൊക്കെ വഴിയുണ്ട്, നീ ചുമ്മാ മിണ്ടായി. വല്ലതും മുടങ്ങട്ടാ. ഒതുക്കി സൈഡാക്കിയൊക്കെ വെക്കണേ, ആരും കാണിക്കാത്ത പരിപാടിയാ. കമ്പം വിളിച്ച വേറെ ലെവലായിരിക്കും. നൈസായിട്ട് പോയി. മതി, ഇനി ചിലക്കാണ് ചായ എടുത്ത് ഒഴിക്കാൻ നോക്കി. വിവരമില്ലല്ലോ, ആത്മാർത്ഥത ഒരു കുറവുമില്ല. അതാണ് എൻ്റെ മച്ച. നോക്കി ഒഴിക്കേ. പോലീസുകാരുടെ നാട്ടുകാരുടെ ഒരു ഭാഗ്യം. കഞ്ചാവ് ചായ കുടിക്കാമല്ലോ. എടാ ഇനി ചൂട് കൊണ്ട് കഞ്ചാവ് ആവിയായി പോവോ? നീ ഇതൂടെ കുത്തി കയറ്റി.
സമയമാം രഥത്തിൽ ഞാൻ. എന്തടാ പൂമുഖവാതിൽക്കൽ കാത്തു നിക്കണേ? എത്ര നേരായടാ? ലേറ്റാളിയാ, ലേറ്റായി. ഇതെല്ലാം ഞാൻ എടുത്തോളാം. നീ ഒന്നും പേടിക്കണ്ട. ഇതൂടെ കൊണ്ടുപോകോ. ഓക്കിടോ. ഇതെന്ത് ഹനുമാനാ? ഹനുമാനിന്റെ അതൊക്കെ ഞാൻ എടുത്തോളാടാ. എടാ നീ ചായ കൊണ്ട് വിട്ടോ. ഞങ്ങള് സാധനങ്ങളൊക്കെ സെറ്റാക്കി അച്ഛനെ ചായ കുടിപ്പിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. അതൊക്കെ പണിയാവും വെറുതെ. ആയിക്കോട്ടെ, അപ്പൊ പോവാല്ലേ? എടുത്തോ. എന്റെ കാര്യം എന്തോ എടാ മാറിക്കടാ, പെട്ടെന്നാവട്ടെ. അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കുക. നമ്മക്കേ ടൗണിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് കാണണേ. എന്നാ നിനക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഇത് കെട്ടിട്ടോ, തണുപ്പടിക്കും. എന്താടാ കെട്ടാനേ നോക്കുന്നില്ല. മര്യാദ കേട്ട്. നീ മുറുക്കി കേട്ടല്ലേ? പെടലി പെടലി. ഇല്ല കുഴപ്പമൊന്നുമില്ല. പണ്ട് ഇതുപോലൊരു കെട്ടിയവന്റെ അച്ഛനെയൊന്നും കിട്ടിയതാ. പിന്നെന്തായി? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചത്തുപോയി. അടിപൊളി. നോക്കിയൊക്കെ പോണേ. ചായ്. കുഴപ്പമൊന്നും വരത്തില്ല ഈശ്വര. ഇല്ലടാ സാറേ ചായ. ഓ സാറേ, ചിരി കണ്ട മൊഴി കണ്ട. സാറേ നാളെ കാണാം. രക്ഷോട്ട് പോയി സെറ്റാണോ മോനെ? ഇത് മനുഷ്യനെ ബ്രേക്കില്ല. എന്തോന്നടേ ഈ വിളിച്ചു മോനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. പുതിയ കെറ്റില് ഇന്നത്തെ ഞാനിഞ്ഞ് എടുക്കുവാ. കൈ ഫ്രൈ ആവും. നമ്മൾ അതിന് വലിയ ഫയറാ അത് ഉപയോഗിക്കണേ. ഇന്നത്തെ കച്ചവടമൊക്കെ മതി. അതിനകത്ത് ചായ ഉണ്ട്. അത് ഞാൻ പോകുന്ന വഴിക്ക് കുടിച്ചോളാം. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം? മോശടാ, വലിയ കച്ചവടമൊന്നുമില്ല. ഞങ്ങൾ ആരാ എന്താന്ന് അറിയാത്തോണ്ടേ അച്ഛൻ അത്ര കംഫർട്ടല്ല. അത് വലിച്ചു പിടിക്കും. നാളെ തൊട്ട് മോന് ഈ പുതിയ കെറ്റിൽ ചായ എടുത്താൽ മതി. ഇതൊന്നും അങ്ങനെ മറക്കാൻ പറ്റൂലടാ ഞങ്ങൾക്ക്. എന്റെ അച്ഛന്റെ പേര് കിട്ടി, ജാക്കി ഷറഫ്. അടിപൊളി. ഉള്ളു ഇരും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട്. സത്യ പോയിട്ട് വരാ. എന്റെ ഗുരുവായൂരപ്പാ, പെട്ടിങ്ങനൊക്കെ കിടന്നാ സ്നേഹിച്ച് കൊല്ല്. ഞാൻ താഴ്ത്തിയടാ. എന്റെ പഴയ ചങ്ക് മൃദുവേ നാട്ടിലോട്ട് ഷിഫ്റ്റ് ആയടാ. പിന്നെ അല്ല, വാ കേറ്. നീ ഇതെങ്ങോട്ടാ? കൊക്കെത്ര കുളം കണ്ടതാ, കുളം എത്ര കൊക്ക് കണ്ടതാ. ഇങ്ങോട്ട് വേടേ. എത്ര വിളിച്ചാലും കേൾക്കാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് എത്തിയില്ലേ? എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വിഷം ആരുടെങ്കിലും പറയെങ്കിലും ചെയ്യായിരുന്നു അമ്മ. അല്ലടാ, എന്താ നിന്റെ ഫോട്ടോയിലേക്ക് വർത്താനം പറഞ്ഞേക്കാ? എന്റെ ദൈവേ, നിങ്ങൾ ഇത് എവിടെ പോയി കുത്തിരിക്കുക? എത്ര നേരം അമ്മാമ്മേന്ന് വിളിക്കുന്നത്? പ്രായം കൂടുന്തോറും ഇങ്ങനെ പണി എന്നാട്ടാ. അത് ഈ നോക്കണ്ടോ, ഈ എന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടം പോലെ നടന്നു. അന്ന് പറഞ്ഞിട്ട് പോയ പോരെ? ആഴ്ചയിൽ 3-4 ദിവസം എന്റെ പൊന്നുമോള് നല്ല മിസ്സിംഗ് ആയിരുന്നല്ലോ. എടാ, ഇങ്ങനെ നടക്കുമ്പോഴാടാ അമ്മമ്മക്ക് വയസ്സറിയാത്തത്. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തേ. കാര്യൊന്നുമില്ല. എന്താ മേലാകെ ഫുള്ള് പൊടിയാണല്ലോ. അതെ, ആ കുട്ടികൾ പന്ത് കളിക്കുന്നിടത്തെ കുറച്ചു നേരം നോക്കിക്കായിരുന്നു ആ ചെക്കന്മാരുടെ കളിയാണേ. അല്ല, ഇയ്യപ്പ എങ്ങോട്ടാണ് ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് നട്ടുച്ച നേരത്ത്? നമ്മളെ മൃദുല്ലേ, ഓൻ വരണുണ്ട്. ആര്? പ്രകാശന്റെ മോന്. ഓന്റെ പഠിത്തമൊക്കെ നിർത്തിയോ? ഇല്ല, അതൊക്കെ വന്നിട്ട് പറയാന്നേ. ഓ, പിന്നെ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. തന്നോട് പോയിട്ട് വാ മോനെ. ഇനിയിപ്പോ എന്തൊക്കെയാ വരാൻ പോണെന്ന് ദൈവത്തിനറിയാം. എന്റെ കൃഷ്ണ, എന്റെ കുട്ടീനെ നോക്കിക്കോണേ ഭഗവാനെ. എഴുന്നേക്ക്, വീടെത്തി. അമ്മേന്റെ ബാഗ് മാത്രം എടുത്താൽ മതിയേ, ഓവർ വെയിറ്റ് എടുക്കണ്ട. ആൾക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ്. ആകാലം ഭയട്ടാ. എത്രേ? 3230. അമ്മേ,
സുഖമല്ലേ മോനെ എന്തുവാടാ ഒരു കുരിശ് മാലയും ഗുരുവായൂരപ്പനും ഇവൻ നന്നാവൂല മോനകട്ടേക്ക് വാ. എടാ കട്ടത്താടി സത്യനോടാ എടാ വില്ല നല്ല ബെസ്റ്റ് തുടക്കം. വണ്ടി തല്ലും പിടി. പുതിയൊരു കളി കളിക്കാൻ പോവാ. എന്തെന്ത് എന്തേലും പണി പാടി ലക്ഷണം കാണുന്നുണ്ടാ. നീ എന്തോ വരുന്നില്ലല്ലോ ഇത് കാണാൻ മാത്രം എന്തോ വിടുവോ എന്റെ സാധനം ഞാൻ പിടിക്ക് പിടിക്ക്. മര്യാദക്ക് പിടിക്ക്. വണ്ടി കേട്ടാ ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു സമയമില്ലാത്ത സമയത്ത് ഓരോ കണ്ട കാണുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. ആദ്യത്തെ ദിവസം കോളേജ് വന്നപ്പോ കണ്ട അവസ്ഥയാണ്. നിങ്ങൾ കാണണം. ആർക്കറിയാം എന്താ അവസ്ഥ? നിനക്ക് എന്തെങ്കിലും പറ്റി ആർക്ക് പോയി? വീട്ടുകാർക്ക് പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കേറിക്കോ കേറിക്കോ ചേട്ടാ. എടാ കൺഗ്രാജുലേഷൻ, ഈ ഫേമസ് ആടാ. എന്താടാ? നീ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വിളി. ശരിടാ. പൊളിച്ചില്ല. എടാ 10, 100,000, 10,000, 10 ലക്ഷം. എന്റെ അമ്മ പൊളിച്ചല്ലേ? പിന്നെ അല്ല ഈ ചാറായി ഞങ്ങളൊക്കെ പറ്റുമോ? പോടാ അവിടുന്ന്. മൃദു പറഞ്ഞോ? പിന്നെ അവനെന്നെ വിളിച്ചേ. അവൻ പറയാ കോളേജ് എന്തായാലും നല്ല വെൽക്കം പാർട്ടി ഉണ്ടാവും. എന്തായാലും നീ വേഗം റെഡിയാവും, വിളിക്കാം നമുക്ക്. ആടാവത്തെ, ഞാൻ ഈ സന്തോഷം അമ്മാമനെ ഒന്ന് അറിയിച്ചേക്കട്ടെ. ശരിടാ എന്നാലേ. എടാ പിന്നെ നിന്റെ ബൈക്ക് ഞാൻ ഇന്ന് ഓടിച്ചോട്ടെ? പിന്നെ അല്ല. ഓക്കേടാവത്തെ. ഓക്കെ. എന്റെ കുട്ടി നന്നായി വരും. എന്റെ കുട്ടിയുടെ ജാതകത്തിലുണ്ട് ഉത്തമ പുരുഷനാവുന്ന. എന്റെ അമ്മോ എന്ത് സുന്ദരിയായിട്ടിരിക്കുന്നു. മിണ്ടാണ്ടിക്കട കുട്ടി കുറുമ്പ. പോട്ടെ അമ്മമ്മേ. എന്റെ കൃഷ്ണ, എന്റെ കുട്ടീനെ നോക്കിക്കോണേ. ആര്യ നിന്ന മഹാകാവ്യത്തിനെ കോളേജിൽ നിന്ന് പുറത്താക്കുക. ഞാൻ മമ്മി റിട്ടേൺസ്. ഓടിക്കോ ഓടിക്കോ എല്ലാരും ഓടിക്കോ. ഒന്നളി അടി എനിക്കുള്ളല്ലേ. ഈ വടീന്റെ അറ്റത്തേക്ക് ആരാണോ ആദ്യം വരുന്നത് ഓന്റെ തല അടിച്ച് ഞാൻ തെറിപ്പിക്കും. ഇപ്പൊ പോകുന്നത് ലൈവാണ്. ചാവാൻ കിടക്കുന്ന ഒരുത്തിന്റെ ജീവൻ രക്ഷിച്ചാടാ ഏറ്റവും വലിയ ആൺകുട്ടികളുടെ ഈ വാടാ. എല്ലാരും കാണാ കാര്യം അറിയാതെ മെക്കിട്ട് ഇറങ്ങൊക്കെ ആരുടെ ലൈസൻസ് ഒന്ന് വന്നോക്കടാ.
കളിച്ചോക്കടാ ആൺകുട്ടികളുണ്ടെങ്കിൽ ലൈവ് ഇട്ട് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ രണ്ട് കാലിൽ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ താനാ ലൈവ് തന്നെ പോയിട്ട് ശരി, സർ. clear ചെയ്തേ. ആൺകുട്ടികളാണല്ലേ? നീ വാ. ഇയാള് പ്ലേറ്റ് മാറിയടോ. പോയടാ എല്ലാം പോ. ഈടാ മച്ചാനെ, ഇവരാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ചാവാനായ ഒരുത്തന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ആളായി ഇൻഫർമേഷൻ അവരിങ്ങനെ പെരുമാറിയത്. അതൊരാളുടെ ജീവൻ രക്ഷിക്കാനാണെന്ന് അറിഞ്ഞപ്പോ വേറൊന്നും പറയാനില്ല. വിദ്യാർത്ഥി ഐക്യം! വിദ്യാർത്ഥി ഐക്യം! അപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, വിട്ടുകള മച്ചാനെ. എന്താടാ? ഹേയ് മച്ചാനെ, വെറുതെ തല്ലുപിടിയൊക്കെ ഉണ്ടാക്കുന്നതിനാ ആ നൃത്തവും സംഗീതമൊക്കെ പഠിച്ച് വലിയൊരു നിലയിൽ എത്തിക്കൂടെ? ഇപ്പം പഠിപ്പിക്കാം. ഉപദേശിക്കാൻ വന്ന എന്നെ വേണം ചവിട്ടിക്കൂട്ടി മൂലക്കിലാക്കാൻ. സത്യ മുട്ടിന്റെ ചിരട്ട ഇനി ബാക്കി വന്നെന്ന് തോന്നുന്നു. ഇവന്മാരൊക്കെ വിളഞ്ഞ സാധനങ്ങളാ. ഈ കാണിച്ചൊക്കെ മുഴുവൻ അഭിനയാടാ. നിങ്ങൾ എന്തായാലും 2 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്ക്. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതാ. ഞാൻ വിവരം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വിളിച്ചറിയിക്കാം. ചിലപ്പോൾ കൂടായിരിക്കും. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ശരിയടാ. എങ്ങോട്ടും അറിയിക്കാനടാ. അത് തന്നെ, ആ നരുതല പേടിച്ച് മാറിയിക്കല്ലേ. മിണ്ടലടാ, ചെക്കൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടോ. കിളികൾ പാടും ഒരു ഗാനം. ഇങ്ങോട്ട് വാടാ. വെള്ളത്തിൽ പോയിരുന്നു. വാ വാ കേറടാ, കേറ്. നീങ്ങിരി. എടാ പെണ്ണെ, കുറെ നേരമായിട്ട് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. അതെ, ഇവന്റെ പെർഫോമൻസ് കണ്ട് കണ്ണുകളിൽ പോയിരിക്കും. അത് ഈ പെമ്പിള്ളേർക്കൊക്കെ കാണാൻ ഭംഗിയുള്ള നല്ല പാവം ചെക്കന്മാരായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എത്രത്തോളം കൂറയുണ്ടോ ഓരേ നോക്കി പ്രേമിക്കും. എന്താ ചെയ്യാ? അമ്മ, ഞാൻ കുറച്ച് ലേറ്റോ. ഇന്ന് കോളേജിലൊരു വെൽക്കം പാർട്ടി ഉണ്ട്. അമ്മ വാതിലടച്ച് കിടന്നോ? വാതിലടച്ച് കിടന്നോന്ന്. അമ്മ കിടന്നോ? ഫോൺ വെക്കി. നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചോ? അതൊക്കെ വിളിച്ചു. എന്താ നിന്റെ പ്രശ്നം? കാര്യം പറ. നീ കുറെ നേരമായാലും ഒരു അവാർഡ് വരം പോലെ. എന്താ നിന്റെ പ്രശ്നം? പറയാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളോട് പറയണം തോന്നി, നിങ്ങളറിയണം തോന്നി. മൃദു, ഇറങ്ങോളെ. എന്താടാ? സുഖല്ലേ? അടിപൊളി. ഡാ, ഒരു പ്രശ്നമുണ്ട്. എൻ്റെ പെങ്ങടെ വയ്യാല് ആ ബികോം സെക്ഷനിലെ സുമേഷില്ലേ, ഒരുപാട് നാളായടാ ശല്യം ചെയ്യുന്നു. 12 വയസ്സായുള്ളടാ അവക്ക്. നോക്ക് നീ, ഇതൊരു നല്ല ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നണില്ല. അവളാണെ ഇത് അച്ഛയോടും അമ്മയോടും ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. അവൾക്കൊരു വിശ്വാസം ഉണ്ടാവില്ലടാ അവളുടെ ഏട്ടനെ കുറിച്ച്. അവളുടെ വിശ്വാസം എനിക്ക് രക്ഷിക്കണോടാ. ഞാനെന്താടാ കൊട്ടേഷൻ ടീമോ? അല്ലെങ്കിൽ എൻ്റെ അമ്മനെ കൊണ്ട് സ്വൈര്യം കിട്ടിരിക്കുക. ഇതൊന്നും മെല്ലെ സംസാരിക്കും. മെല്ലെ തന്നെ സംസാരിച്ചു. കോളേജിലെ താരം നിങ്ങൾ ടീമല്ലേ? കാര്യം പറയും. നിങ്ങളുടെ അപ്പുറത്തേക്ക് അവിടെ ആരുമില്ല, അതെനിക്കറിയാം. പോലീസിലൊക്കെ പോയി പറയാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. അവളെ കൊണ്ട് എന്നെ കൊണ്ട് എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒന്നിനും പറ്റൂലടോ. നീയൊക്കെ പിന്നെ എന്തിനാണ് ഒരു ഏട്ടനെന്ന് പറഞ്ഞു നടക്കണേ? മോത്ത് രോമൊക്കെ മുളച്ചല്ലോ. അന്നൊക്കെ വേണ്ട പണിയുണ്ടല്ലോ. അവളെന്തിനാ മാറ്റി നിർത്തിയേ? അതിന് ഞാൻ വിളിച്ച എൻ്റെ ചങ്ക എന്തിനും റെഡിയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു പോയി. ചിലപ്പോൾ നീ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി നിർത്തിയേ. നന്നാവാൻ സമ്മതിക്കരുത് കേട്ടോ. വാ മോളെ. വണ്ടി ചേട്ടാ വരുന്നുണ്ട്. ഹായ് ചേട്ടാ. പിന്നെ പാലത്തിന്റെ ചോട്ടിൽ ഇറക്കിയാൽ മതി. Hi students, today we are going to study the chapter called Bonds. Bonds. Hard and rigid. Wow, wow, wow.
The human body has 206 bones in total, 22 bones in skull, 6 in middle ear, 1 hyoid bone, 26 in vertebral column. Shall I get in? Yes, come in. 4 in Thank you, pectoral sir. girdle, 60 in upper leg, 60 in lower leg. ഹായ് അമ്മേ. നമസ്കാരം അമ്മേ. എന്തേ വേണ്ടായിരുന്നു. അമ്മ മൃദു ഉണ്ടോ? ഇന്ന് എന്തിടകരം കൊണ്ടാ? ഒന്നുമില്ല അമ്മേ. ഒന്ന് വിളിക്കോ? മൃദു. ഓ, അയ്യാ തുണി ഞാൻ പിടിക്കണം അമ്മ. എടാ, ആ സുമേഷിനെ തല്ലി കേസിൽ അവന്മാരെയൊക്കെ പോലീസ് നോക്കി. അയ്യോ, നമ്മുടെ പേര് മാത്രം ലിസ്റ്റിലില്ല. ആടാ, അതെന്താ നമ്മുടെ പേര് മാത്രം ലിസ്റ്റിലില്ലാത്ത ഞാൻ ആലോചിക്കണം. ഓന്റെ ഗുരുവായൂരപ്പ, എന്താടാ നമ്മുടെ പേര് മാത്രം? ആ അവന്മാർ രണ്ടെണ്ണത്തിനെ ബുക്ക് ചെയ്ത്. എന്തായാലും അവർക്ക് നല്ല പണിയാട്ടോ കിട്ടിയത്. വെരി ഗുഡ്. അയ്യോ, നീ ഇതെങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിലേക്കാണ്. എടാ, എന്തായാലും നമ്മുടെ പേരൊന്നും ലിസ്റ്റിലില്ല. പിന്നെന്താ? എരപ്പ നായേ, നമ്മളിവിടെ സൂചിച്ചിട്ട് അവന്മാരെ മാത്രം വിട്ടുകൊടുക്കാൻ നിനക്കെങ്ങനെയാടാ പറ്റണേ? അതുകൊണ്ടല്ലടാ, നമ്മൾ അവിടെ പോയി കിടന്ന് ആരിറക്കാനാ? മിനിമം ഒരു 3-4 ദിവസമെങ്കിലും അകത്ത് കിടക്കണം. ആ സുമേഷ് ആണെങ്കിൽ നടുന്തല്ലി അവിടെ കിടക്കുക. ശരിയാണ്. നമ്മുടെ രണ്ടിൻ്റെ സാഹചര്യം കണ്ട് ദൈവം കനിഞ്ഞതാ. 2-3 ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ അനിയത്തിൻ്റെ വാളയിടല പെട്ടാ തീർന്നടാ. അവന്മാരൊക്കെ ഇന്ന് വൈകുന്നേരം വന്ന് അവരുടെ വീട്ടുകാർ വിളിച്ചോണ്ട് പോക്കോളൂ. നമ്മളൊക്കെ പെട്ട് കഴിഞ്ഞാൽ ആരിറക്കാനാ? എന്ത് കുന്താണ്ടാ നമ്മുടെ കയ്യിലുള്ള. ഇതും പറഞ്ഞ നീ ഇവിടെ ഇരുന്നോ? ഞാൻ പോവാ. എടാ, ജോൺസൺ എന്ന് പറയുന്ന പോലീസുകാരനെ അവിടുത്തെ SI എല്ലിടിച്ച് വെള്ളാക്കണ ടൈപ്പാന്നാ കേട്ടെ. എന്തായാലും നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. ബെസ്റ്റ്. എന്തായാലും നീ വേഗം ഇറങ്ങാം, നമുക്ക് പോയിട്ട് വരാം. എന്നാ എൻ്റെ വണ്ടിയിൽ പോവാം. വാ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, തമാശക്ക്. വാടകത്തെ ആ ചേട്ട സ്ഥാനത്തിലാണോ പോലീസ് സ്റ്റേഷനിലേക്ക് 3 എണ്ണം കൂടെ? ഞാൻ എൻ്റെ വണ്ടി എടുത്തോളാം. വാ, എടുക്ക്. പുതിയ വണ്ടിയായിരുന്നു വാങ്ങിച്ചത്. പതിയെ പിടിയുടെ. എന്താണ്? ആ തല വെച്ചോ, ബുദ്ധി ചോർന്നു. എടാ, നന്നാവരുതേ, ഒരിക്കലും നന്നാവരുത്. ഇല്ല, ഒരിക്കലും നന്നാവില്ല. എന്റെ ദൈവമേ, ഏത് സമയത്താണോ ഈ കുരുത്തം കെട്ടവനെ ഞാൻ മൃദുന്ന് പേരിട്ടത്? ഇടുമ്പോ ആലോചിക്കണം. അമ്മേ, പെട്രോൾ അടിച്ചില്ലെങ്കിൽ വണ്ടി അനങ്ങത്തില്ല. എന്ത് അമ്മയോട് പറയടാ. പോട്ടെ അമ്മ. എന്നാൽ പോടാ. നിന്നോടാ, എന്നോടല്ല. അമ്മ ഭയങ്കര കലിപ്പ. വിട്ടോ വിട്ടോ. എന്തിനാണ് ഞങ്ങൾ റോട്ടുമെന്ന് കച്ചറുണ്ടാക്കിയത്? സാർ, ഇയാളെ എപ്പോഴും റോട്ടുമേ കൂടെ പോകുമ്പോൾ കളിയേക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ടേട്ടാ, വിട്ടേക്കെന്ന്. അപ്പജി, അപ്പോ അച്ഛന്റെ പ്രായമുള്ള അടിക്കുക. സാർ, എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ലോണം. പക്ഷെ ഞാൻ അടിക്കുമ്പോഴാ സാറ് കണ്ടേ. ഈ നായ്ക്കിന്റെ ശരിക്കും അറിയില്ല എന്താ ഓന്റെ കോലം. അപ്പൊ ചക്കനെയും കുറ്റം പറയാൻ പറ്റൂല. നിങ്ങളെങ്ങനെ എത്രയും വലിയൊരു സംഘർഷമായത് ഇപ്പൊ ഇവിടെ നിന്ന് കാണിക്കും. സാർ, ഇയാൾ ചോദിക്കാ എന്താ എന്റെ കോലം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ എന്റെ കോലം. പിന്നെ തല്ലും പിടിയായി. ആ എന്താ കോലം ചോദിക്കുമ്പോ അടിച്ചൂടി അങ്ങോട്ട്. സാർ, ഇയാൾ ആദ്യം എന്നെ അടിച്ചേ. ആ നിർത്ത്. ആ തുടങ്ങിയ കച്ചറ ഒന്ന് ഇവിടെ നിന്ന് കാണിക്കും. സാർ, ഇയാളെ ആദ്യം. എല്ലാരും ഒന്ന് കാണട്ടെ. കാണിക്കടാ. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ എന്റെ കോലം. എന്താ എന്റെ കോലം. എന്താണ് ഞങ്ങളെ രണ്ടിന്റെ കോലം? രണ്ടിനും പിടിച്ച് സല്ലിലിട്ടോളൂ. പാടുന്നു ഓരോ പ്രശ്നങ്ങള്. ഇതൊക്കെ ഏത് വകുപ്പ് പെടുത്തു സാർ? എന്താണ്ടങ്ങനെ വിളിക്കുന്നത്? ചള്ള അടിച്ചാ പൊടിയും. മറികടോട്ട് വാരി വലിച്ചാണ്ട് കത്തിച്ചാലോ? സാറേ, അങ്ങോട്ട്
ഇന്നലെ ഞങ്ങളുടെ 2 കൂട്ടുകാരെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാരൊന്ന് കാണാൻ വന്നോ? അവരുടെ ജാമ്യം എഴുതിക്കൊണ്ടെങ്കിൽ ഇപ്പൊ വരും. ഒന്ന് കണ്ടോ? ഇങ്ങനെ പോവാണെങ്കിൽ കൊടുക്കട്ടെ. ഇവന്മാര് തല്ലിച്ചാച്ച സുമേഷിന് കേസൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ജാമ്യത്തിൽ വിടുക. ഇല്ലെങ്കിൽ 2 പുറലോകാണ് അത് അകത്ത് കിടന്നനെ. ഇതോടെ നിർത്തിക്കോ. എന്നിട്ട് എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചൊരു ജോലിയൊക്കെ സമ്പാദിച്ച് വീട്ടുകാരെ നോക്കടാ. അല്ലാണ്ട് നീയൊക്കെ ഓരോ പണിയൊപ്പിച്ച് വെച്ച് വീട്ടുകാർക്കിട്ട് പണി കൊടുക്കല്ല വേണ്ടത്. മനസ്സിലായടാ? ചവിട്ടി എല്ല് വെള്ളാക്കി കുടിപ്പിക്കും ഞാൻ ട്ടാ. പോയേക്കാം. തൽക്കാലം കൂട്ടിയിട്ട് പോയിക്കോ. താങ്ക് യു. താങ്ക് യു ഒന്നും വേണ്ട. ഒരു പ്രശ്നം വരുമ്പോ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെയും കൂട്ടി വന്ന് ജാമ്യത്തിലിറക്കി പോവാന്നല്ല വിചാരിക്കേണ്ടേ. നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഇമ്മാതിരി സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഇവിടെ കേസ് ഉണ്ടാക്കാൻ നടക്കുന്നവരല്ല, നന്നാക്കാൻ നടക്കുന്നവരാ. തെറ്റ് പറ്റി അത് മനസ്സിലാക്കണം, എന്നിട്ട് നന്നാവണം. ഇല്ലെങ്കിൽ പോലീസുകാർ നന്നാക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ശമ്പളം വാങ്ങി ജീവിക്കുന്നത്. അതെല്ലാരും മനസ്സിലാക്കിയാൽ കൊള്ളാം. കൂട്ടിയിട്ട് പോയിക്കോ. എന്തിനാണ് അങ്ങോട്ട് ലോറി നിർത്താതെ പോയത്? പറയടാ. 3 ഒറ്റയടിക്ക് പഞ്ചാബിലെത്തിക്കണം. എരപ്പ നായ്ക്കള് സംജാ. ചെള്ള അടിച്ചാളണം സംജാ. മോന്ത വലിച്ചു മാന്തി കാല് പിടിച്ച് പോസ്റ്റിലിട്ട് സംജാ. സംജാ. എന്നെ കൊണ്ട് ഹിന്ദി വല്ലാതെ പറയിപ്പിക്കും. അമ്മ അങ്ങോട്ടൊന്ന് 1 മിനിറ്റ്. ഓ, നിനക്ക് മൈൻഡ് ചെയ്യാൻ തോന്നില്ല. നല്ലോണം തല്ലടാ. അവന്മാർക്കും കിട്ടിയിട്ടുണ്ട് നല്ല പോലെ. അതാ നിന്നെ മൈൻഡ് ചെയ്യുന്നത്. പിന്നെ നല്ലോണം എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചോ. ശരിക്ക് പെരുമാറിയുണ്ട്. വേദന എന്താന്ന് ഇവനൊക്കെ ഒന്ന് അറിയണല്ലോ. നീ വിട്ടോ. ഈ ലോറി നിർത്താതെ പോയ പഞ്ചാബികളാണ്. സാലേ ചത്തുകൂടാ. ഇതാണോ പുല്ല ഹിന്ദി? മാഫ് കരോ. ഫോൺ തടീനാണല്ലോ. ഹലോ, എന്താടാ? സൂക്ഷിച്ചു പോണേ. മൃദുവിൻ്റെ ഫോണോട് ശ്രദ്ധിച്ച് പോകാൻ പറ. സൈലൻ്റാ, ഞാൻ പറഞ്ഞേക്കാം. എടാ, നിന്റെ ഫോൺ സൈലൻ്റ് ആണോ? ആണെന്ന് തോന്നണം. സൈലൻ്റാണ്. ഓ, അമ്മേൻ്റെ 18 മിസ് കോള്. രമ്യ വിളിച്ചാണല്ലോ. ഈ പണ്ടാറെന്തിനാ നട്ടപ്പാതിരിക്കുക? എന്തിനാ? അമ്മയുടെ അല്ലേലെ കലിപ്പാണ്. അമ്മേനെ വിളിക്കണോ രമ്യനെ വിളിക്കണോ? രമ്യനെ വിളിക്കേ. അമ്മേനെ നാളെയാണ് വിളിക്കുക. നമ്മളൊന്നും ഒരുത്തേയും വിളിക്കാൻ വിളിയാ. അവനേലും നടക്കുന്നു. ഹലോ. നീ എന്താടാ ഈ നേരത്ത്? നീ എന്ത് കണ്ടിട്ട് സുമേഷിനെ തല്ലിയേ? ആ 12 വയസ്സായ നരന്റെ പെണ്ണിന്റെ വർത്താനം കേട്ടു. എന്ത്? അല്ല,
അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത എന്റെ ക്ലാസ്മേറ്റ് ചിത്തുവിന്റെ പെങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ടോ? എന്താടാ ആ പ്രായം തികയാത്ത പെണ്ണിന് സുമേഷിനോട് മൂത്ത പ്രേമം. അതവന് സഹിക്കാൻ പറ്റാതെ ഒറ്റയടിക്ക് നിരസിച്ചപ്പോ അവക്ക് തോന്നിയ പക. നീ ഇങ്ങനെ തരം താന്ന പരിപാടിക്കൊന്നും വീണ് പോലെ മൃദു. ഹലോ 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 ഹലോ. ആ നായി ചിത്തുവിനെ കൊണ്ട് സുമേഷ് എവിടെയുള്ള? അവൻ ആശുപത്രിയിൽ. ഫുള്ള് സീനാണ്. എന്താ ഓരോരോ സുമേഷേ മച്ചാനെ ആ ഇരിക്കടാ. രമ്യ വിളിച്ചപ്പോഴാടാ കാര്യം അറിയണേ. ആരുമില്ലേ നിന്റെ കൂടെ? അമ്മ കഞ്ഞി വാങ്ങാൻ പോയേക്കുക. അവന്മാരൊക്കെ ഇവിടെ? അവനോടാ അവൻ ദേ ഇവന് ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയേക്കുക. അവൻ ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. ദേ നീ അവൻ വരാൻ നേരത്തെ ചൂടാവും ചെയ്യരുത്. വേദനയുണ്ടോടാ? ഇല്ലടാ, ഇത് സുഖവാസ കേന്ദ്രമാണല്ലോ. കൂടി പോയിട്ട് കിടക്കുക. മുത്തേ സോറിടാ. ഡൊണാൾഡൊക്കെ വന്നല്ലോ. മൃദു നീ എപ്പോ വന്നിടാ മുത്തേ? നീ മിണ്ടിപ്പോയത്. ഇവന്റെ കൂടെ വേറെ ആരുമില്ല. ഇവിടെ സെറ്റായി നിന്നോണം. ഞാൻ ഇവിടെ ഇട്ടല്ലോ. നിനക്കുള്ള ഞാൻ തരുന്നുണ്ട് ട്ടാ. അതിനൊരു തീരുമാനമായി. വിഷം അടിച്ച ഫ്രൂട്ട്സും വാങ്ങിച്ചോണ്ട് വന്നേക്കോ. അവളെ കൊല്ല. ക്ഷമിക്കെന്ന് പറഞ്ഞാൽ കുറഞ്ഞു. നീ ഇത് എടാ പൈസ എന്റെ കയ്യിലുണ്ടാ? ചിലക്കല സോറ. ഇതൊന്നും വേണ്ട. അതെ പറ്റുകയാണെങ്കിൽ മനസ്സിന് ഒഴിവാക്കാൻ നോക്കണം. എങ്ങനെ പറ്റൂടാ? റെഡിയല്ല. നിനക്ക് പറ്റുകയാണെങ്കിൽ അവളുടെ ചെപ്പൊക്കൊന്ന് കൊടുത്തോളണ്ടി. അമ്മയുടെ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം. അവളുടെ ലാളിച്ച് ഭാഷകളാക്കി മുമ്പില്ലാണ്ടായി. അമ്മ ഇതാണമ്മേ. നടുവനെ കൂടിയാ അമ്മേനോട് കാര്യം ഇത്ര ദിവസം എവിടെയായിരുന്നു നീ? എത്ര വിളിച്ചു നിന്നെ ഞാൻ? ഇന്നലെ ജോൺസൺ വിളിച്ചിരുന്നു. നീ സ്റ്റേഷനിൽ വന്നു എന്ന് പറയാൻ. ജോൺസൺ ആരാ നിനക്കറിയോ? ഒരു കുടുംബം പോലെ വീട്ടിൽ നിന്ന ആളാ. നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അയാള്. എല്ലാത്തിനും ഒരു അനിയനെ പോലെ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അനിയനോടാ ഞാൻ പറഞ്ഞത് എന്റെ മോൻ തെറ്റായ വഴിയിലൂടെ പോവാന്ന്. എന്നിട്ട് അവൻ പറഞ്ഞ എന്താന്നറിയോ? എന്റെ പ്രകാശന്റെ മോനല്ലേ. ഞാൻ പറഞ്ഞ അവൻ കേൾക്കുന്നു. നീ ആ കേസിൽ പോലും പെടാത്തത് അവന്റെ ഒറ്റൊരു സ്നേഹം കൊണ്ടാ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് അവൻ. ഞാൻ പിന്നെ പത്രത്തിൽ കാണുന്നത് ഇരുട്ടടി കിട്ടി ആശുപത്രിയിലായെന്നുള്ള വാർത്തയാ. എന്തിനാടാ നീ ഇങ്ങനെ? എന്നെ തൊടണ്ട നീ. വേണ്ട വേണ്ട. ശരീരത്തിന് വയ്യ, മനസ്സിന് വയ്യ. ഇന്നലെ അവിടെ പോയിട്ട് എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ? അവൻ ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് മനസ്സിലാവും. അത് ഞാനൊരു പോലീസുകാരനായതുകൊണ്ടല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ മോനായതുകൊണ്ടാ. 2 ദിവസം ഞാൻ സമയം തരും. പിന്നെ എൻ്റെ കൺവട്ടത്ത് പോലും കണ്ടുപോരുത്. നിങ്ങളുടെ നിഴൽ പോലും. എല്ലാ സെൻറ്റിമെൻസും സ്നേഹവും ഒക്കെ ഞാൻ അവസാനിപ്പിക്കുക. കാരണം ഞാനൊരു മനുഷ്യനാണ്, ഒരു കുട്ടിയുടെ അച്ഛനാണ്. അതിനേക്കാളും വലുതല്ല എനിക്ക് മറ്റാരും. ദൈവം ഇതൊന്ന് പോയി തരും. എന്റെ മോനോട് പൊറുക്കണം. ഒക്കെ ഞാൻ മറക്കുക എൻ്റെ പ്രകാശന് വേണ്ടി.
അമ്മയ്ക്ക് എന്നെ കൊണ്ട് മതിയായില്ല അമ്മ. അമ്മ ഒന്ന് മുഖത്തേക്ക് നോക്ക്. അമ്മേ പറ. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ബാക്ക് പെയിൻ കൂടുമെന്ന് മര്യാദക്കിരിക്കി. ഇപ്പൊ തിരിച്ചെടുക്കാൻ പറ്റാത്ത അത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഇപ്പോ ജോൺസൺ എന്ന് പറഞ്ഞ സാറ് അച്ഛൻ്റെ കൂട്ടുകാരനാണെന്നല്ല പറഞ്ഞ. ഞാൻ പോയിട്ട് കാല് പിടിക്കാം, തല്ലട്ടെ, കൊല്ലൊന്നുമില്ലല്ലോ. ഇനി മതിയായ അമ്മേ, ഇനി ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല. എനിക്ക് മൊത്തത്തിൽ മതിയാവുന്നുണ്ട്. അമ്മേനെ വേദനിപ്പിക്കണം ഞാൻ വിചാരിക്കണില്ല. പക്ഷെ ചെറുപ്പം തൊട്ടിട്ട് ഓരോരോ ഇനി ഞാൻ നന്നായിക്കോളാം. ഇപ്പൊ തന്നെ ഞാൻ പൊക്കോളാം. വാ, ഞാൻ കൂടെ വരാം. നീ ഒറ്റയ്ക്ക് പോണ്ട. ഗുരുവായൂരപ്പ, നിങ്ങളൊന്നും മിണ്ടിയല്ലോ. നീ ഒന്ന് ചിരിക്കി കാണട്ടെ. ഇനി ഞാൻ നല്ല മോനായിക്കോളാം. ഇമ്പള അച്ഛൻ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോവാം. ഓക്കെ, വാ മണിക്ക്. എണീക്കി ഒരു വെയിറ്റ് എണീക്കി. ഓ, വേദന ഉണ്ടോ? മെല്ലെ മെല്ലെ മെല്ലെ. അമ്മ ചെല്ല്, പോയി മാറ്റ്. ചെല്ല്, പോയി മാറ്റ്. പോയി മാറ്റ്. ചെല്ല്. ഹലോ. ഇല്ലടാ, പോണം. എനിക്ക് നാളെ രാത്രി എല്ലാരും ഒന്ന് ഒരുമിച്ചൊന്ന് കാണണം. നീ എങ്ങനെയെങ്കിലും നാളെ എല്ലാരും കൂടി കൂട്ടിയിട്ടൊന്ന് വീട്ടിലേക്ക് വാ. നീ വെക്ക്, ഞാൻ പറയടാ. ഓക്കെടാ. മെല്ലെ ഇറങ്ങ്. ആരും ഇല്ല ഇവിടെ. അതെ, ഇവിടെ ആരും ഇല്ലേ? അവര് സാറിന്റെ ഭാര്യ വീട്ടിൽ പോയതാണല്ലോ. ഡിസ്ചാർജ് കഴിഞ്ഞ് അങ്ങോട്ടാ പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മൃദു, കൊല്ലം ഭാഗത്ത് എവിടെയോ വീട്. കഷ്ടായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മവാ, അതുമ്പൊക്കെ എപ്പോ വേണമെങ്കിലും കാണാലോ. അത് ഞാൻ പറഞ്ഞോളാം അമ്മേ. എന്ത് വന്നാലും ഈ ഒരു ദിവസം അമ്മന്റെ കൂടെ നോണം. എന്താ പരിപാടി? മോളെ, മോക്കുള്ള പാർസലായിരിക്കും അത്. ഹായ് ചേട്ടാ. ഹായ്. അയ്യോ, നിങ്ങളെ മോളെ ചെയ്ത് വെച്ച് പണിയാക്കണോ? ആ പ്രായം തികയാത്ത പെണ്ണിന് സുമേഷിനോട് മൂത്ത പ്രേമം. അതവന് സഹിക്കാൻ പറ്റാതെ ഒറ്റയടിക്ക് നിരസിച്ചപ്പോ അവക്ക് തോന്നിയ പക. നീ ഇങ്ങനെ തരം താന്ന പരിപാടിക്കൊന്ന് വീണ് പോലെ മൃദു. അവൾ എന്നെ ചേട്ടാന്ന് വിളിച്ചതുകൊണ്ടാ ഞാൻ കയറി തല്ലേ. ഓക്കെ എന്നാലേ. ഓക്കെ മോനെ, അവളോട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ മോൻ ജിത്ത് വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയണേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അമ്മമാരാണ് ഏറ്റവും നല്ലത്. പിന്നെ മോനെ പോലെ ഒരു ചേട്ടനും കൂടി ഉള്ളപ്പോൾ എല്ലാം സെറ്റാ. മോൻ ഇടയ്ക്കിടയ്ക്ക് വരണം. പിന്നെ ഓക്കെ പോട്ടെ എന്നാലേ. ഓക്കെ ബൈ.
ശരി അമ്മേ. അടിച്ച കുറച്ച് ഓവറായെന്നറിയാം. ഇനി എന്നെ തല്ലണം. ശരിക്കേ പിടിച്ചിരിക്കേ. അവിടെ തുടങ്ങിയിട്ടുണ്ട്. നീ വണ്ടി എടുക്ക്. നമ്മളറിയാതെ പോകരുത്. കേൾക്കണ്ടോ? ഈ ഇതിന്റെ മാത്രല്ല നിങ്ങളെയും കൂടെ മുതലാ വല്ലാണ്ട് ചളിക്കല്ലേ. നീ എന്തിനാ ട്രീറ്റ് എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാടാ. ഇനി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണടാ എനിക്ക്. നീ ആരും ഇങ്ങോട്ടൊന്നും പറഞ്ഞേക്കല്ലേ. അപ്പൊ ഞങ്ങൾ നാളെ തന്നെ പോവാട്ടാ. മൃദു, എൻ്റെ പെങ്ങളുടെ വളയിടലല്ലടാ നാളെ. ആടാ, അതൊക്കെ കഴിഞ്ഞ് പോയാൽ പോരെ. ഞാൻ പറഞ്ഞേ ഇനി ആരും ഇങ്ങോട്ടൊന്നും പറയല്ലേ. വാടാ. ഇത്രയും പണിയൊക്കെ ഒപ്പിച്ചിട്ടുള്ള വരവാണല്ലേ മോനെ. ഓ, അപ്പൊ ഞാനൊക്കെ ഇത്ര ബെറ്റർ ആട്ടോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രശ്നത്തിലേക്കും പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അവസാനം ഇതൊക്കെ കൂടെ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിലേക്ക് തന്നെ വന്നു വീഴും. എന്നാ മോനെ പെട്ടിയും കിടക്കെ എടുത്ത് സ്ഥലം വിട്ടോ. സത്യനെ ആരും അറിയപ്പെടാത്ത വലിയ കള്ളനാണ്. കള്ളനാ? ഏയ്, കള്ളനെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കല്ലേ. എനിക്ക് എന്റേതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അതെനിക്ക് എത്തണം. നിങ്ങളത് വെറുതെ തലയിൽ കയറേണ്ട കാര്യമില്ല. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട മോനെ. വെറുതെ പണി കിട്ടിയ പോലെ ഉണ്ടാവും. എടാ, സത്യത്തിന് ഒന്നും എനിക്ക് വേണ്ടാ. ഈ ഡയലോഗ് പറഞ്ഞ എന്റെ വായടപ്പിക്കുക. പക്ഷെ ഇവൻ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആരും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് എന്റേതായ ചില വിശ്വാസങ്ങളുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. അധ്വാനിക്കുന്നവരെ വഞ്ചിക്കാറുമില്ല. എന്റെ ലക്ഷ്യത്തിന് മുന്നിൽ ഇതൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പോടാ. സത്യ എന്താടാ? സത്യടാ, വെറുതെ പോടാ. കോളേജ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. എന്തായാലും പൊളിക്കണം. ഇതെന്തോന്നറിയ, ക്ലാസ് റൂം അല്ലെ ബാത്റൂമോ? എന്താ ഭംഗി. ഇന്ന് പുതിയൊരു സാറൊക്കെ വരുന്നു. വരാൻ പോകുന്ന വയ്യ ക്ലാസ് റൂമിൽ വരുമെന്ന് മനസ്സിലായി. നോക്ക്, നിജ ഓവറാക്കണ്ടേ. ഗുഡ് മോർണിംഗ്. ഒരു സന്തോഷകാരം എന്താന്ന് വെച്ചാല് ഇന്ന് പഠിപ്പൊന്നുമില്ല. അവിടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. എന്താ? ഞാൻ ഹാരിസ് വടകര. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞേ. ഫുക്രു. എവിടെ വീട്? വടകര. സാറിന്റെ വീടിന്റെ അപ്പുറത്താ. ഓഹോ. ഇവിടെ മുർഷാദ്. എവിടെയാ? അണ്ടിക്കോടിനടുത്ത്. ഇതിലിപ്പോ ഓരോ സ്ഥലങ്ങളെ. അവിടെ പറഞ്ഞേ, എന്താ പേര്? മൃദു. സ്ഥലം കലികറ്റ. ഓ, അവിടെ സത്യജിത്ത്. ഓ, സ്ഥലം എവിടെയാ? കാലിക്കറ്റ്. ഫായിസ്. ഇങ്ങനെ സൗകര്യം കിട്ടില്ല. അവന്റെ പേര് പേര് സോറി, സ്ഥലം ഇവിടൊക്കെ തന്നെ. വന്ന് കുട്ടിയൊക്കെ റെസ്പെക്ട് ഇല്ലാണ്ടായോ? എന്താ കാടാ. ഇനി അവിടെ തുടങ്ങാം. ആഞ്ജനേയൻ. വെരി നൈസ്. മുഖം കണ്ടാലും പറയും. എന്താണ് അവിടെ പറയും. എന്ത്? സുലൈമാനിയോ? സുലൈമാൻ. ഓക്കെ, ശരി. ഏടോ അവിടെ പറയടോ. ഇതെന്താ ആരും ഒന്നും പറയാത്ത? ഇത് ചോദിച്ചു ഇനിയിപ്പോ നമുക്ക് ആ എന്തിനാണ് ഈ ഭാഗത്തുള്ള കുട്ടികളൊന്നും പോരാ. ആ ഭാഗത്ത് വേറെ ലെവലാ സാറേ. സ്നേഹം അച്ചടക്കമുള്ള കുട്ടികള് ആ ഭാഗത്താന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റാ. എന്റെ പേരെന്താ പറഞ്ഞേ? ഹാജി നമ്പൂതിരി. അതെന്റെ വീട്ടിൽ പോയി പറഞ്ഞോ കേട്ടോ. ശരി, എല്ലാം അടിച്ചേക്കണ ഭാഗ്യം. ഇതിനൊക്കെ ഒരു കൊല്ലം ഞാൻ സത്യം ഇതുപോലത്തെ എത്തണുണ്ട് എന്റെ കൂടെ. നീ ഒരു വട പിടിക്കോ? അജയം പോലെ
ലാലു ഓക്കെടാ. കണ്ണ് രണ്ട് കണ്ണ് കണ്ണ് രണ്ട് കണ്ണ് മരത്തിൻ മറവില് നിന്ന് പൊളി പൊളി വികൃത പെണ്ണ്. പൊളി പൊളി നിന്നോട് എന്തൊരു ഫയർ ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ലവ്. നായകന്റെ ഞെട്ടിക്കലും വിലത്തരം കണ്ട ഒരു ഓഞ്ഞ പെണ്ണിന്റെ കടുപടുത്ത പ്രേമം വരാൻ പോകുന്ന കഥ. എന്താടാ ഈ ഗ്യാപ്പിൽ ഒരു ചായ കുടിക്കാം. വാ ഒന്ന് വേഗം വാടേ. കള്ള നായി. ഈ നായിനൊക്കെ നിനക്ക് ബുദ്ധി കഴിക്കും മക്കളെ. കണ്ടിനാ ചായയില്ല. ഇതാ ഒന്ന് നോക്കീന്ന് പിടിയുണ്ട് വേണം. കുട്ടികൾക്കൊക്കെ വിവരം വെച്ചു. ആർക്കൊന്നും വേണ്ടേ. എല്ലാ ദിവസവും ഞാനാ കൊടുക്കണം. മതിയായി ഞങ്ങളോട് കമ്പനി ഞാൻ വന്നു മതി. ഗുഡ് മോർണിംഗ്. കുറെ നേരമായിട്ട് എന്നെ തന്നെ നോക്കുന്നു. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. തല്ലുംപിടിയിലെ കുണ്ടന്മാരാ. ഞാൻ പറയാൻ പോവാ. നീ ഇതെങ്ങോട്ട് പോണേ? ആര്യാ എന്ത് നോട്ടാടി ഇമ്പളെ ചെക്കനെ നീ നോക്കുന്നേ? അനിയത്തി പ്രാവൊക്കെ ഇറങ്ങിയിട്ട് 10-20 കൊല്ലായില്ലേ? അപ്പൊ ആ സ്റ്റൈലൊക്കെ വിട്ട് അന്റെ ഇഷ്ടം അവന്റെ മുഖത്ത് നോക്കി പറയാൻ നോക്ക് കേട്ടാ. ആര് നോക്കി? എപ്പോ നോക്കി? ആരാടാ അത്? എനിക്കറിയില്ല. ഒരൊറ്റ മിണ്ടി പോരുത്. മോളെ, നീ അവന്റെ മുഖത്ത് പല പ്രാവശ്യം നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. ഒരു പെണ്ണ് ഒരു ചെക്കന്റെ മുഖത്ത് പല വട്ടം നോക്കിയാ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. പെണ്ണെ മൃദു, ഈ സാധനത്തെ നീ അങ്ങ് മറന്നേരെ. ഇനി അത് എന്റെ പെണ്ണാ. ശരിക്കും പെണ്ണിത്താടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇവന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഇവന് തല്ലാന്നോ അതോ ഉമ്മയാണോ കിട്ടിയേ? ഒറ്റക്കിരുന്നാലെൻ മനസ്സിൽ ഒറ്റമുഖം മാത്രം നിറഞ്ഞു. മിഴിവാതിൽ ഞാൻ ഞൊടി ചാരിയാൽ കനവായി നീ തെളിഞ്ഞു. ഒഴുകുന്നു നിൻ നിഴലായി ഞാൻ കൊതിയോടെ മറുമൊഴി കേൾക്കുവാൻ. ഒറ്റക്കിരുന്നാലെൻ മനസ്സിൽ ഒറ്റമുഖം മാത്രം നിറഞ്ഞു. എൻ്റെ ഗുരുവരപ്പാ, എൻ്റെ സുന്ദരി മോളെ പൊന്നു പോലെ നോയിക്കോളേ. അല്ലാ, എന്താ മൃദു? കുരിശ് മാലയോ അമ്പലവും അള്ളാവും. നീ എന്തെങ്ങനെ? അമ്മേ, അത് ദൈവത്തിന് എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ഇഷ്ടം. ചാരി വരൂ കഥ പറഞ്ഞു കളിവാക്കിൻ മധുരവുമായി. ഏതോ വരം ഉയിരിലാകെ നിറയുന്നോരനുഭവമായി. നെഞ്ചോരത്തെന്നും കാക്കുമെന്നിധി നീ. ജന്മങ്ങൾ തോറും വേണമെന്നരികെ. ഒറ്റക്കിരുന്നാലെൻ മനസ്സിൽ ഒറ്റമുഖം മാത്രം നിറഞ്ഞു.
എന്നെ പകൽ ഇരുളിലാക്കിയൊരു നോവിന്നകലുകയായി നിൻ പുഞ്ചിരി പുതിയൊരാശ തരുമോമൽ കതിരൊളിയായി നീ തേടും തണലായി ഞാൻ പിരിയാ തൂവാകപ്പൂക്കൾ തൂകി നിൻ വഴിയിൽ ഒറ്റക്കിരുന്നാലെൻ മനസ്സിൽ ഒറ്റമുഖം മാത്രം നിറഞ്ഞു മിഴിവാതിൽ ഞാൻ ഞൊടി ചാരിയാൽ കനവായി നീ തെളിഞ്ഞു ഒഴുകുന്നു നിൻ നിഴലായി ഞാൻ കതിയോടെ മറുമൊഴി കേൾക്കുവാൻ ഒറ്റക്കിരുന്നാലെൻ മനസ്സിൽ ഒറ്റമുഖം മാത്രം നിറഞ്ഞു പ്ലീസ് അലമ്പാവല്ലേ. നിങ്ങളെപ്പോലുള്ള കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രേമം ഒന്നും അല്ല ഉണ്ടാവണത്. ആരുടെ ഇവളെ കൂടെ നടക്കണേ? ഇവളെ ഞങ്ങളെ കൂടെ നടക്കണേ. വാടി നമ്മളെ വരെ വെക്കണ്ട. എടാ നീ എന്തൊക്കെയാ പറയണേ? ഞാനെന്ത് ചെയ്തിട്ടാ? നീ ഞങ്ങളെ കൊണ്ട് നിർത്തുക എന്നാണ് സംശയം. അപ്പൊ ശരി പോ. നമുക്ക് പോവാം. എടാ നിമ്മി ജേഗ നീ ആ സാധനത്തിന്റെ കൂടെ എടാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനി നിന്റെ പുറകെ നടക്കാനൊന്നും ഞാനില്ല. നീ ഒരു പെണ്ണ, അതാ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് മൃദുവിനെ ഇഷ്ടം. അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി നിങ്ങളുടെ പുറകെ നടക്കാനൊന്നും ഞാനില്ല. അവനെ നോക്കിയെന്നുള്ള കാര്യം സത്യ, പക്ഷെ അത് ഇഷ്ടം കൊണ്ടാ നോക്കിയെന്ന് തന്നോടാരാ പറഞ്ഞത്? അവനെ കാണുമ്പോൾ തന്നെ പേടിയാവാം. ഒരുമാതിരി കഞ്ചാവ് പെണ്ണിവിടെ ലുക്ക്. അതെ, ഒരു പെണ്ണിന്റെ കണ്ണിൽ പ്രേമം മാത്രമല്ലേ ഉണ്ടാവുക. ഞങ്ങളെ നോട്ടത്തിന് പല അർത്ഥങ്ങളും കാണും. മനസ്സിലായോ? മനസ്സിലായി. അതെ, ഒരു പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒരു സ്നേഹിക്കുന്ന ചെക്കന് കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താ അറിയോ? മറ്റുള്ള ചെക്കന്മാർ ഫുൾ കുതിരയെന്ന് പറയുമ്പോൾ. പക്ഷേ ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണ്ട. ഓൻ എന്റെ ചങ്കാണ്. ഓനെന്ന് പറഞ്ഞോണ്ട് ഷോ ഓഫ് ഒന്നും കാണിക്കില്ല മോളെ. ആടാ സത്യ മൃദുവിനെ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ നീ പറഞ്ഞ പൊട്ടിക്കേണ്ടിരുന്നു. പകരം നീ ഉമ്മയും കൊടുത്ത് വന്നിരിക്കുന്നു. കൊള്ളാം നായി. ഒളിഞ്ഞു നോട്ടെ. നീ അത് വിട്ടിട്ടില്ലല്ലേ? വിട്ടിട്ടില്ല. ഓടാ, ഞാൻ അവനെ പറയാനൊന്നും സംഭവിച്ചു. എന്ത് പറഞ്ഞാലും ചെയ്താലോ. മതി മതി മതി, അവൻ വരുന്നുണ്ട്. നിങ്ങളിത് എവിടെ പോയതാ? എന്ത് ലുക്കാടാ എന്നെ കാണാൻ. താടി മുടി നീട്ടിയ കഞ്ചാവ് അല്ലെങ്കിൽ പെണ്ണുവിടെ. ഇതിന്റെ അങ്ങേപ്പുറം ഒരു കാര്യം പറയണേ ആദ്യമായിട്ടുങ്ങളാ. പലതും പറയൂടാ. അയ്യാ ശരിക്കും മാസ് നിന്നെ പോലുള്ളവരാ. ആണാ? എന്റെ വണ്ടിയല്ലേ, ഇതിന്നെ തള്ളണ്ടട്ടാ. മറ, ഞാൻ കേറാം. വിട്ടോ ബുക്കും പേപ്പറും എടുത്ത സാറിന് അല്ല എന്റെ അല്ലോ. സാറേ എന്റെ വണ്ടിയാ സാറേ. വാങ്ങിയതാ. ഇപ്പൊ അടുത്ത് വാങ്ങിയതാ സാറേ. എന്റെ ബുക്കും പേപ്പറും ഒക്കെ അവൻ പണയം വെച്ചതാ. ഫോട്ടോസ്റ്റാറ്റ് മതി. ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടായിരുന്നു സാറേ. വണ്ടിക്കകത്ത് വെള്ളം കയറി ആകെ അലമ്പായി. അതുകൊണ്ടാ സാറേ. ഫ്യൂച്ചർ നായകനാ. പണി കിട്ടുമല്ലോ മോനെ. ബുക്കും പേപ്പറും ഇല്ല, ഹെൽമെറ്റും ഇല്ല. 3 പേരും. ഏതാ മനസ്സിൽ വേറൊരു കാര്യമുണ്ട്. പോലീസിനെ കണ്ടപ്പോ ഏതായാലും അവന്മാർ വെട്ടിച്ച് പോയില്ല. സത്യ. അതുകൊണ്ട് ഇവരെ ഫൈനും ഒഴിവാക്കാം. വെട്ടിച്ച് പോയാലും സാറേ CCTV ക്യാമറയില്ലേ ടൗണിൽ മൊത്തം. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ. സ്റ്റേഷനിലാകുമ്പോ സാറേ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരാം സാറേ. ഫോട്ടോസ്റ്റാറ്റും കൊണ്ടുവന്നോ? പോയിട്ട് വേണ്ട സാറേ ഇപ്പൊ സൈഡിലേക്ക് വണ്ടി ഇങ്ങോട്ട്. അവിടെ ഇങ്ങോട്ട് വേഗം അതെ അതെ, ഭയങ്കര സന്തോഷം. പുതിയ മോഡൽ ഹെൽമെറ്റ്. ഹെൽമെറ്റ് അതാ സാറേ എടുക്കാൻ. ഹെൽമെറ്റിൽ നിന്റെ വീട്ടുകാർക്ക് പോയി
മനസ്സിലായാ? പോലീസ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് ഇട്ടാ മതി. മനസ്സിലായാ? അതുകൊണ്ട് മര്യാദയ്ക്ക് പോവാൻ നോക്ക്. മനസ്സിലായാ? ശരി സാർ. മൃദുവേ, നിന്റെ അയൽവാസിയാണല്ലോ. ഇയാളെ കൊണ്ട് വലിയ ശല്യമാണെന്ന്. ഇയാളെ പിടിക്കാനും ഒന്നും ഒരു പോലീസും ഇല്ല ഇവിടെ. എന്തായാലും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് നമ്മളെ പണി നോക്കി പോവാം. ഇന്ന് എൻ്റെ മോന്തയാട്ടാ കണ്ട് ഫുൾ ഡേ അലമ്പാണ്. പാട്ടി തണുത്തതെന്തെങ്കിലും പെട്ടെന്ന് ഫുൾ ഹീറ്റാട്ടാ. ഇവിടെ 2 ചായ 1 ലൈം. എങ്ങനെയാട്ടോ അതൊക്കെ സഹിക്കണേ? നാരങ്ങ സോഡ എടുത്തു. വേടക്ക് 3 ആക്കും. എങ്ങാണ്ടെ പൊളിച്ചേ. ചേട്ടാ ലേശം പഞ്ഞിയും കൂടെ എടുത്തോ. എടുത്താൽ എന്റെ കള്ളും കുടിച്ചിട്ട് എന്നോട് തോന്നിയ കളിക്കാണ് നായേ നായേ പന്നി കൊന്നോളിയോടോ. എന്ത് തെമ്മാടിത്തരാണോ ഇവിടെ വന്ന് ചെലക്കുന്നത്? വെള്ളം അടിച്ചാ അടിച്ചെരുതി സംസാരിക്കണം. ഇങ്ങോട്ട് കളിക്കാൻ വരില്ല കേട്ടോ. വാടകയ്ക്ക് താമസിക്കുന്നവരെ കളി കളിച്ചാൽ മതി. ഇവിടെ സുന്ദരികളായ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും. ഓരോ മേക്കിട്ട് കണ്ണും കയ്യും കാണിച്ചാല് കണ്ണടിച്ചാ പൊട്ടിച്ചാൽ നീ എന്തിനാ അടിച്ചേ? ആരെയാ പൈസ കൊടുത്തിട്ട് വാ. ഞാൻ കൊടുത്തോളാം. നീ മാറി ഒന്ന് പിടിച്ചാ നല്ല ചായ എന്തിനാടാ വീട് മാറി? അവിടെ ചാരി ഇത് തന്നെയാണ്. ഇത് കുടിക്കേ കുളിര് മാറട്ടെ. അമ്മേന്റെ ചെവിയിൽ എത്താൻ ഞാൻ മതിയാണ്. എവിടെയോ കണ്ടിരുന്നല്ലോ. TV കളി എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അറിയാ, എൻ്റെ അമ്മമ്മ ചെയ്യുന്ന പണിക്കിപ്പോ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതിപ്പോ നീ ആയിട്ട് കൊണ്ടുപോയി തുളയ്ക്കണ്ട. അത് തന്നെ വീട്ടിലെത്തിരി നന്നായിട്ട് കൊടുക്ക്. നീ എന്നെ വിടറാ. ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യടാ. അതൊക്കെ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങോട്ട് വാ. നാരായണ വയ്യേ കൃഷ്ണ. ഇപ്പൊ കാണണ്ട. കൃഷ്ണ ഗുരുവായൂരപ്പ മോനെ. എടാ എന്താടാ നിനക്ക് സുഖമില്ലേ? ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ കളി കാണാൻ പോയതാ. അല്ല അമ്മമ്മ TV കാണാൻ പോയതാ. നിർത്ത്, മതിയാക്ക്. മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോയി കാശുണ്ടാക്കാൻ മാത്രം എന്ത് ഗതികേടാ ഈ വീട്ടിലുള്ളത്? നമുക്ക് രണ്ടുപേർക്കും കഴിഞ്ഞോളം ഞാൻ ഉണ്ടാക്കുന്നില്ലേ? അതിലെങ്ങനെ എന്തിനാ അമ്മാമേ നമുക്ക് പൈസ? അമ്മമ്മേ, അയ്യോ അമ്മമ്മേ, അമ്മ ഇരുന്നേ. എന്തുണ്ടി അമ്മമ്മേ? അമ്മമ്മേ മോനെ കുറച്ച് വെള്ളം എടുക്കോ? ഇപ്പൊ എടുക്കാം അമ്മമ്മേ. ഈശ്വര കൃഷ്ണ എന്തോ പറഞ്ഞു പോയി. ഗുരുവായൂരപ്പ എന്റെ മോൻ. അമ്മേ കുടിക്കാം അമ്മേ. മോനെ അമ്മമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് മോന്റെ ഒരാഗ്രഹമെങ്കിലും നടത്തി തരണമെന്നാ അമ്മമ്മയുടെ ആഗ്രഹം. ഈ മുറ്റത്ത് മോന്റെ പേരിൽ 2 ചക്രമുള്ളൊരു സ്കൂട്ടർ. മോനെ ഇനി കുറച്ചുകൂടി മതി. ബാക്കിയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി എന്നെ കൊന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. മോനെ നോക്കിന്നേ, അനിയേട്ടന്റെ മോൾക്കേ വയറിനെന്തോ അസുഖം വന്ന് വയറ് വീർത്ത് വീർത്ത് വരികത്രേ. 12 വയസ്സേ ആയിട്ടുള്ള ആ കുട്ടിക്ക്. ആറ്റുനോറ്റുണ്ടായിട്ടുള്ള ഒരു മോളേ ഉള്ളൂ ഓൾക്ക്. എടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച മാതിരി നടക്കൂല. അങ്ങനെയാണ് പിന്നെ ദൈവത്തിന് എന്താ റോള്? അല്ല പിന്നെ ഈ ചെക്കൻ ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. നീ ഒന്ന് വെറുതെ ഇരിക്കേണ്ട സത്യ. ഞാനൊന്ന് ഇങ്ങോട്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ഒരു ഭാഗത്തുനിന്നും സ്വൈര്യമില്ല. അല്ല ഈ എന്ന് അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുക്ക്. അല്ലെങ്കിൽ ആ ചെക്കനെ ഒന്നായിട്ട് ഈ വീട് അകമ്പുറം മറച്ചു വെച്ചാളൂ. അല്ലടോ, എനിക്ക് പലപ്പോഴും ഒരു സംശയമുണ്ട്. ഈ നല്ല വെളുത്തിട്ട, ഞാനാണെങ്കിൽ മോശമില്ലാത്ത വെളുപ്പാ. പക്ഷെ ചെക്കൻ എങ്ങനെ കറുത്തു? നിങ്ങളെ തലമണ്ട ഞാൻ ഇടിച്ചു പൊളിക്കും. അല്ലടി, ഞാൻ കൊറേ നാരങ്ങ സോഡ കുടിച്ചല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ.
ഒന്ന് ചെല്ലൂ മാഡം, ഇരുന്നിടത്ത് വേര് മുളയ്ക്കണ്ട. സത്യന്റെ ഫോണ് ഇങ്ങോട്ട് വാ. ആടാ വരുന്നു. ആരാ സത്യം ഒരു മിനിറ്റ്. ഓ മുടിഞ്ഞ എന്താ കള്ള പറ, സത്യം പറ. ഡാ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് രാത്രി നമ്മൾ ബെൻസ് കാർ ചാമ്പുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത പോലെയല്ല, ഇത് ഇച്ചിരി റേഞ്ച് കൂടിയ കളിയാ. നെഗറ്റീവ് പറയല്ലടാ. സന്തോഷ് ഏട്ടൻ്റെ PVA രജിസ്ട്രേഷൻ കാറാണ് പുള്ളിയുടെ പഴയ വീട്ടിൽ കിടക്കുന്നത്. അതിന്റെ ചാവി എന്നിൽ എത്തിയിട്ടുണ്ട്. അതൊന്ന് ഔക്കർക്കാൻ്റെ ഷട്ടറിൽ എത്തിച്ചാൽ 10 ലക്ഷമാണ് ഓഫർ. നിനക്ക് കൂടെ വയ്ക്കാൻ പറ്റുമോ? കൂടെ വയ്ക്കും. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. കാറ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. കട്ട പ്ലാൻഡാടാ. നമ്മൾ ദൈവത്തിനെ ഇറക്കാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും എൻ്റെ ചങ്കിൻ്റെ കൂടെ ട്രിപ്പിൾ സ്ട്രോങ്ങാ. ഓക്കേടാ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കേടാ. ടാക്സ് വെട്ടിച്ചും ആൾക്കാരെ പറ്റിച്ചും ഉണ്ടാക്കിയ സാധനമല്ലേ, അതെനിക്കിപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് കൂടെ എന്നേക്കണേ. ഈശ്വര ഭഗവാനെ കാത്തോളണേ. അയ്യേ ചമ്മി. എടി മോളെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താടി നിനക്ക് സമ്മതിച്ചാ? നിന്റെ ബൈക്ക് സ്റ്റണ്ടിങ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ലവ് അതൊന്നും എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാടെ, എന്തൊരു തേപ്പടേ. നിന്നോട് ദൈവം ചോദിക്കൂടി. ഹായ്, നിനക്കെന്നെ ഇഷ്ടമാണോ? എന്നാ വാ. പട്ടാപ്പകലിനേക്കാൾ എനിക്കിഷ്ടം നട്ടപ്പാതിരിയാണ്. വിട്ടോ. ഇവളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യ അവന് തീരെ സുഖമില്ല. കുറെ പഠിക്കാണെന്നൊക്കെ പറയുന്നത് കേട്ട്. പിന്നെ ഇവിടെ ഒന്നും പഠിത്തമൊന്നും അല്ലല്ലോ നടക്കുന്നേ. ഇങ്ങോട്ട് വരാൻ നോക്ക്. കാർത്തിക, ഒരാഴ്ചത്തെ പണിയുണ്ട്. വീണ്ടും എന്റെ കൂടെ ഇത് കുറവാങ്കി എന്തൊരു എളിമ എഴുതുമ്പോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ടിക്ടോക്ക് വിളിച്ചാ നമുക്ക് പോയാലോ? അതിനെന്താ? ചേട്ടൻ നല്ല പാടല്ലേ, ഇഷ്ടായി. ഹലോ, ഞാൻ കാർത്തികയാ. ആര്? കാർത്തുവാ. നമ്പർ മാറിയോ? ഞാൻ ആര്യനാണ്. എനിക്ക് ഈ ഒരു നമ്പർ മാത്രമേ ബൈഹാർട്ട് അറിയൂ. ബൈഹാർട്ടിൽ ഹാർട്ട് എന്നുള്ള വേർഡ് എങ്ങനെയാ കയറി വന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി എനിക്കൊന്നും പറയാനില്ല.
എന്താടാ ഒരു പല്ല് ചെലക്കിന് ഒച്ച? ഓ സത്യൻ, പെയിനുണ്ടോ അമ്മേ? നല്ല കുറവുണ്ട് കണ്ണാ. മറ്റന്നാളല്ലേ അമ്മേ അച്ഛൻ്റെ 18ാം ആണ്ട്? അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. ആരാണ് ഫോണില്? മോനെ. ആ പറയടാ മുത്ത്. എന്താണ് അവിടെ ഇത്ര ബഹളം? ആ അത് അയാള് വെള്ളടിച്ച് അലമ്പാക്ക. നീ കാര്യം പറ. നീ അവിടെ നിന്ന് മാറിയെന്നേ. എന്താടാ? ആ ഒരു മിനിറ്റ്. സത്യം കൈവിട്ട കളി കളിക്കാൻ പോവാ. ഏ സന്തോഷേട്ടന്റെ കാറ് ചാമ്പാൻ പോവാന്നാ കേട്ടെ. അതെങ്ങനെങ്കിലും ബ്ലോക്ക് ചെയ്യണം. നീ വേഗം ഇടുവാ. ഓക്കെടാ, ഞാനിപ്പോ വരാം. ഓക്കെ. എങ്ങോട്ടായി രാത്രിയില്? അമ്മ എപ്പോ വരാം അമ്മേ? കഴിച്ചിട്ട് പോ. ഇല്ല അമ്മ, അമ്മ പോയിട്ട് കഴിക്കേ. നീ വന്നിട്ട് ഞാൻ കഴിക്കും കേട്ടോ. ശരി, ഞാൻ ഇപ്പോ വരാം. എന്താ അവിടെ? എവിടെയാ മോനെ പോന്നേ? എന്റെ തലയും തല്ലി പൊളിച്ച് എവിടെയാ മോനെ പോന്നേ? ചേട്ടാ പ്ലീസ് ഇപ്പൊ അലമ്പാവല്ലേ, ഞാനൊരു അർജന്റ് കാര്യത്തിന് വേണ്ടിട്ട്. ഏത് അമ്മേനെ കെട്ടിക്കാനോടാ പോന്നേ? ഒട്ടിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ പിടിക്കാൻ ഒക്കത്തില്ല. സിനിമയിലൊക്കെ അങ്ങനെ. ആടിത് വാടേ സടിക്കിത് വാടേ. ക്ഷമിച്ചേക്കണേ. കാടിറങ്ങുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് അവക്കറക്കാരൻ്റെ പൊളിക്കണ ഷോപ്പ്. അതുവരെ CCTV സേഫാ. ഇതൊന്ന് ഷെഡിൽ എത്തിച്ചാലേ പകുതി പൈസ സെറ്റാ. ഇനി കാറും അവിടെ ചെന്ന് നമ്മൾ തന്നെ പൊളിക്കേണ്ടി വരുമോ? ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റൊക്കെ ഓക്കെ ആണോ? അതൊക്കെ സെറ്റ്. എടാ ആരോ ഒരാൾ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്. നിർത്തണം വിട്ടോ നിർത്തല്ലേ. ഇല്ല ആ ചങ്ങായി എന്തിനാ കൈയാട്ടിയേ? ആ ലിഫ്റ്റ് ചോദിച്ചാടാ, അവനെ കണ്ടറിയും. കൈയാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല, നീ ചുമ്മാ പേടിപ്പിക്കാതെ. ഏയ് മൃദു മൃദു വാടാ. അമ്മ വിടേ വിടമ്മേ.
വാടാ. വാ. 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 എടാ വേറൊരാളും കൈ കാണിക്കുന്നു. എടാ ഇല്ലടാ ഇല്ലടാ മാറ്റിവിട് നീ. എടാ ഇത് വേറെ എന്തോ സീനാ. ഇല്ലടാ മാറ്റിവിട്. എടാ എന്തോ എനിക്ക് പേടിയാവുന്നു. ഇല്ലെന്ന് നീ പേടിപ്പിക്കാതെ. എടാ എനിക്ക് എന്തോ പേടിയാവുന്നു. ഞാൻ പറയുന്ന പണിയെടുക്കും. നേരെ തങ്ങി പോ. എടാ വാടാ മക്കളെ. എടാ എണീക്കടാ വാടാ. എടാ വേഗം വന്ന് പിടിക്കടാ. പിടിക്കടാ. എടാ പിടി. എടാ സന്തോഷേ പിടി. എടാ ഏതെങ്കിലും വണ്ടി ഉണ്ടോ നോക്കടാ. എടാ മെല്ലെ മെല്ലെ പോടാ. അയ്യോ പിടി. ശ്രദ്ധിക്കണേ. ഈശ്വര. എടാ വണ്ടി ഉണ്ടോ നോക്കടാ. എന്താടാ നീ എന്താ കാണിക്കുന്നു? അമ്മയ്ക്ക് എടാ നീ ഒരു പാടി കിട്ടിയ പോലെടാ. എടാ വിടടാ. എടാ എടാ വരാ എന്തോ പാടി നോക്കാണ്. എടാ എടാ നീ വണ്ടി എടുക്ക്. നമുക്ക് പോവാലോ. എടാ 100-200 മീറ്ററോട് ലെഫ്റ്റ് സത്യ എന്താ ഇത് പണിയാ. നീ വണ്ടി ബാക്ക് ഇട്. അപ്പഴേ പറഞ്ഞേക്കൂടാ. എന്താ സാറേ? എടാ നീ ശ്രദ്ധിക്കും. എന്താ മച്ചന്റെ സീൻ? അവനിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു പാട്. ഇവിടെ എത്തിയത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയില്ല. എന്താടാ മൃദു, നിന്റെ തല്ലും പിടിയും കാരണം നമ്മുടെ അമ്മയാണ് പോയത്. പോയടാ പോയടാ. നീ എന്താ കാണിക്കണത്? എല്ലാവരും കൂടി ബെഞ്ചിലേക്ക് പിടിച്ചിരുത്ത്. നിങ്ങളെ മൃദു കരയാണോ? എത്ര മണിക്കാ സംഭവം? ഒരു 10-11 മണിയൊക്കെ കാണും. ഇവിടെ നിന്നാണോ മരിച്ചത്? അതെ, ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളാണോ വിളിച്ചത്? സാറേ ആള് ഈ ജനലില് തലയിടിച്ചിട്ട് ആകെ വയലന്റ് ആയ ഒരു അവസ്ഥയിലായിരുന്നു. ഇതാ സാർ ഈ കിടക്കുന്ന ആളാണ്. ഇങ്ങെടുക്കണോ? വേണ്ട സാറേ, സാറേ വേണ്ട സാർ. അവൻ അറിയാതെ പറ്റിയതാ സാറേ. വേണ്ട സാറേ. ശശി വലിച്ചിറക്കോനെ. ശരി സാർ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങടാ വണ്ടി. അവസാനിപ്പിക്കടാ. മൃദു
ഇപ്പൊ എന്താ ലവ് യു ഓ അതിൻ്റെ അട്ടയിൽ പണ്ടാരം ഒരൊറ്റയാള് വന്നു വരുന്നേ സാരം മതി ബോധം വന്ന പച്ച വെള്ളം കൊടുത്തു വരുത് വേണ്ട 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 പിടിക്കണ്ട മാറി കിടക്കുന്നത് എന്റെ കൂടെ മോനാണോ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കൂട്ടുകാരന്റെ ഭാര്യ അപ്പുറത്ത് കാലും കൂട്ടി കെട്ടി കിടക്കുന്നു. ഇരുളിൽ മാഞ്ഞുവോ താരമേ തിങ്കളേ ഉയിരിൻ പൂവിലേ തേനല്ലേ നീ പുണ്യമേ ഈ മൺകൂടിനോർമ്മയും മറന്നകന്നുവോ നീറും നെഞ്ചിന്നോമൽ തൂവനാൽ തലോടിടാം മാപ്പു നൽകണേ അമ്മേ എന്നമ്മേ. നോവിൻ കാറ്റിൽ കൂടുന്നു കൂട്ടി ആലോലം വാവാട്ടി മാറത്തെ തെല്ലായി നീന്തി മാമുണ്ണാൻ കൈ നീട്ടി ചാഞ്ചക്കം നീയല്ലേ ആരീരം പൂവല്ലേ ചാഞ്ചക്കം നീയല്ലേ ആരീരം പൂവല്ലേ വായോ വാവേ കൂടെ മാപ്പു നൽകണേ അമ്മേ എന്നമ്മേ. ഇരുളിൽ മാഞ്ഞുവോ താരമേ തിങ്കളേ ഉയിരിൻ പൂവിലേ തേനല്ലേ നീ പുണ്യമേ ഈ മൺകൂടിനോർമ്മയോ മറന്നകന്നുവോ നീറും നെഞ്ചിന്നോമൽ തൂവലാൽ തലോടിടാം.
അച്ഛൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. അച്ഛൻ എന്താ സുഖല്ലേ? ഒന്നുമില്ല മോളെ. എന്നാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. അച്ഛാ വാ കഴിക്കാം. വേണ്ട മോളെ, മോള് പോയി കിടന്നോ. ഒരു സ്നേഹവും ഇല്ല. പോയി കിടക്കാനല്ല പറഞ്ഞേ. അച്ഛൻ്റെ ഭാവം ഇങ്ങോട്ട് വാ. മോളെന്തെങ്കിലും കഴിച്ചോ? ആ കഴിച്ചു അച്ഛാ. പോയി കിടന്നോ. ബോധം വന്നാ പച്ച വെള്ളം കൊടുത്തു വരുത്. മാപ്പു നൽകണേ എന്നമ്മേ. മോനെ, നീ ഭക്ഷണം കഴിക്ക്. ഞാൻ എടുത്തു തരണോ? സാറിനറിയോ, ചെറുപ്പം തൊട്ടേ ആരാധനയും സ്നേഹവും മാത്രം കണ്ടു വളർന്നു വരുന്ന ഒരാളുണ്ട്. ആളെ ഞാനിന്ന് കൊന്നുകളന്ന്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരണം വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? അമ്മ. ഇനി ഞാൻ ആരെ അമ്മയെന്ന് വിളിക്കുക? എൻ്റെ മരണത്തിന് സമയം എന്നെ ഒന്ന് കൊന്നേരൂ. ആ വരുന്നു. മോളെ അച്ഛനല്ലേ? ഉണ്ടേ, വിളിക്കാം. അച്ഛാ, ഒരാൾ വന്നിണ്ടേ. ആരാ മോളെ? അറിയില്ല. ആ, ആരാ? മാത്ര വില്ലേജ് ഓഫീസർ ആര്യൻ കൃഷ്ണൻ. ആ, ഇരിക്കി. താങ്ക് യു. എന്താ കാര്യം? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതിനുള്ളൊരവസരം ഉണ്ടാക്കിയിട്ടില്ല. ജോൺസൺ എസ് ഐ 2 വർഷം മുമ്പ് മൃദുൽ എന്നൊരു ചെറുപ്പക്കാരനെ സ്വന്തം അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് ജയിലിട്ട് അതേ പോലീസുകാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ കോടതി അവനെ ജാമ്യം അനുവദിച്ചു. അത് കഴിഞ്ഞ് കുറ്റപത്രം, വിചാരണ, അവസാനം കോടതി തന്നെ അവനെ കുറ്റവിമുക്തനാക്കി വിധിച്ചു. അത് കഴിഞ്ഞിട്ട് 8 മാസമായിട്ട് മൃദു മിസ്സിംഗ് ആണ്. അവൻ എവിടാണ്? അവനെ കാണാനായിട്ട് ജയിലിൽ വന്നപ്പോൾ അവന് കാണണ്ട എന്നൊരു ന്യായം പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ അവനെ കണ്ടിട്ട് 2 വർഷമായി. അവൻ ചത്തോ അതോ ജീവനോടുണ്ടോ എനിക്കറിയണം. അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആ സത്യം അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല.
ഭീഷണിയാണോ? ഇതൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ. ഇനി അതല്ല, 2 വർഷമായിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും, ഒന്ന് കൂടിയിരിക്കാൻ പോലും പറ്റാത്ത ഒരു സുഹൃത്തിൻ്റെ വേദന, ആ വേദനയ്ക്ക് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സാറ് പറ, മൃദു എവിടെ? അവൻ ഞങ്ങളുടെ ജീവനായിരുന്നു. മരുന്ന് കുടിക്കാതെ എങ്ങനെയാ അസുഖം മാറുക? മൃദു, എടാ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിനക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയടാ. എന്താ സാറേ വണ്ടി കൊടുത്തോട്ടെ? അമ്മ പോയ പിന്നെ ഫുൾ ഇരുട്ടിലായിരുന്നു. പിന്നെ ഒരു വെളിച്ചം കാണിച്ചെന്ന് ഈ ജോൺസൺ സാറാടാ. എൻ്റെ അമ്മമ്മ പോയടാ. എനിക്കിപ്പോ ആരുമില്ല. ഇനിയിപ്പോ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടാ. അതിപ്പോ എനിക്കായാലും സത്യനായാലും നീ വേണോടാ. നിന്നെ തിരക്കി ഇത്രയും കാലം നടന്നതോ അതിനാടാ. നീ ഞങ്ങളോടൊപ്പം വരണം. ഇവിടൊക്കെ വിട്ട് ഞാൻ എങ്ങനെയാടാ? അതൊന്നും എനിക്കറിയണ്ട. ഇനി നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇത്രയും കാലം എടാ ഞങ്ങൾ സഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നീ വേണോടാ. എങ്ങനെ സാറേ? ഇവിടുത്തെ കാര്യം വെച്ച് മോൻ വിഷമിക്കണ്ട, ഒക്കെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. ഒരു കാര്യം കൂടെ ഉണ്ടടാ, അടുത്ത ബുധനാഴ്ച എൻ്റെ കല്യാണമാണ്. നമ്മുടെ കാർത്തൂല്ലേ, ഓള് തന്നെയാ. എന്റെ പൊന്നെ, പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടി വേറെ ലെവലാടാ. കഴിച്ചിട്ട് പോവാ. വാ അമ്മേ. വണ്ടി നിർത്തിക്ക്. ഇതാടാ നിന്നോട് ഞാൻ പറഞ്ഞ അടുത്ത സർപ്രൈസ്. ഇന്നിറങ്ങി നോക്കി. സത്യജിത്തിന് അഭിനന്ദനങ്ങൾ. മധു നോക്കടാ. ഇരുളിനെ പകലാക്കിയ നാടിന്റെ പൊന്നോമന പുത്രനെ. 2 വർഷം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങളൊന്നും നിനക്കറിയത്തില്ല. ഒരു സിനിമാ കഥയെക്കാളും ഭീകരമായിരുന്നു നമ്മുടെ സത്യന്റെ കഥ. ഇതാ ഇത് കണ്ടോ? സത്യം മിണ്ടരുത്. ഇത് എന്റെ കുഴപ്പമാണ്. എനിക്ക് സംസാരിക്കണം. ഇത് മുഴുവൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സുരന് വേണ്ടി എഴുതിയ നന്ദി വാക്കുകളാണ്. ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള രേഖകൾ. എനിക്ക് മനസ്സിലാക്കാം ഇതിന്റെ പിന്നിൽ സുരന്റെ കൈകളല്ല, മറിച്ച് ഒരച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഒരു മകന്റെ കള്ളനെന്ന മുദ്രയാണ്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന നല്ല മകൻ. എവിടെ നീ? ഇവനെ എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആക്കിക്കൂടാ? കള്ളം മന്ത്രിയാൻ പോട്ടെ. ഇവനാടാ ശരിക്കും ഹീറോ. സത്യം. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലടാ. മേലെ തൊട്ടിട്ടുള്ള കളിയൊക്കെ നിർത്തിക്കാള്. ഓക്കെ, അതിനെ കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിയുന്നതും പറഞ്ഞു തീർക്കാൻ നോക്ക്. ഇതിനെ കൊണ്ടൊക്കെ ജീവിതം പണ്ടാറടങ്ങി കുത്തിരിക്കുക. എന്ത് നോക്കിക്കേടാ?
മതിയാക്കടാ. പോടാ പോ. എന്നാടെ ഇതിനൊക്കെ ഒരു അവസാനം വരിക? എല്ലാം ശരിയാവടാ എൻ്റെ മുത്തേ. അറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനകനിലാക്കിളി നീ സഹാന പാടി വന്നു വന്നു. അമ്മാമ്മയെ ധൈര്യം തന്നേക്കണേ. എടുക്കൂ. ഏയ് എനിക്കെടുക്കാനല്ല, തരാനാടി ഉള്ളേ. പട്ടി, നീ പക വീട്ടിയതാട്ടെ പൂന്റെ. സത്യ എടാ, ഒരു പെണ്ണ് പെണ്ണാവുന്നത് ഒരാണിനെ സ്നേഹിക്കുമ്പോഴാ, അല്ലെങ്കിൽ ഒരു അമ്മയാവുമ്പോ, അല്ലാതെ ഒരാണിന്റെ കരണം പൊട്ടിച്ചിട്ടല്ല. ശരിക്കും നായകൻ നീയാണാ മുത്തേ. പൊളിക്കടാ നായകൻ. വെയിറ്റ്. The human body has 206 bonds in total, 22 bonds in skull, 6 in middle ear, 1 hyoid bond, 26 in vertebral column, 4 in pectoral girdle, 60 in upper leg, 60 in lower leg. Short bones like tarsal scalpels.